Hello everyone, welcome to Exampoint and good evening to all. ഇന്ന് നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? മിസ് എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? നാളെ ക്ലാസ് 10ന് സോഷ്യൽ സയൻസ് എക്സാം ആണല്ലേ? സോഷ്യൽ സയൻസ് എക്സാം ആണ് നിങ്ങളുടെ ക്ലാസ് 10ൻ്റെ ലാസ്റ്റ് എക്സാം. നമുക്കതുകൊണ്ട് അത് അടിച്ച് പൊള്ളിച്ച് പഠിച്ചെഴുതണ്ടേ? നന്നായിട്ട് നമുക്ക് പഠിക്കണം. നാളത്തെ എക്സാമും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വെക്കേഷൻ ആയല്ലേ? ഇനി നമുക്ക് ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ, വെക്കേഷൻ, ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻസ് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ടു പിന്നെ സ്കൂളിലേക്ക് പോകണം അല്ലേ? സോ എക്സാമിൻ്റെ ലാസ്റ്റ് പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങളെന്ന് മിസ്സിന് അറിയാം. ഓൾമോസ്റ്റ് എല്ലാവരും സോഷ്യലൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. കാരണം നമുക്ക് ഒരുപാട് കണ്ടന്റ് ഉണ്ടല്ലേ, ഹിസ്റ്ററി ആയിട്ടും ജോഗ്രഫി ആയിട്ടും നമുക്ക് കുറേ പഠിക്കാനുണ്ട്. സോ എല്ലാവരും മാക്സിമം പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. ചിലവരെന്താണ് പ്രിപ്പറേഷൻസ് തുടങ്ങാൻ പോകുന്നവരുണ്ടാകും. ആരാണെങ്കിലും ഡോൺ വറി, മിസ് കൂടെയുണ്ട്, നമ്മളെ എക്സാം പോയിന്റ് നിങ്ങളുടെ കൂടെയുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ട് പോവാം. സോ എല്ലാവരും ഒന്ന് പെട്ടെന്ന് ജോയിൻ ചെയ്ത് ലിങ്ക് ഒക്കെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അവർക്കും കൂടി നന്നായിട്ട് എഴുതണ്ടേ? 10th ആണ്, നമുക്കറിയാം. നമ്മൾ 9ാം ക്ലാസ് വരെ പഠിച്ചതുപോലെയല്ല. എല്ലാവരും ചോദിക്കും മാർക്ക് കിട്ടുമ്പോൾ എത്രയുണ്ട്, നിനക്ക് എത്രയുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, പാരൻസ് ഒക്കെ എന്താണ് അതൊക്കെ അന്വേഷിക്കൂലേ? സോ നമുക്ക് നന്നായിട്ട് പഠിച്ച് എഴുതണം. നല്ല മാർക്കോടെ നമുക്ക് സോഷ്യലിൽ പാസ്സാവണം. സോ എല്ലാവരും എന്താണ് ഈ ലിങ്ക് ഒക്കെ ഒന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എല്ലാവരും കൂടി പഠിക്കട്ടെ. അതിന് മുൻപ് എല്ലാവരും ഒന്ന് എന്താണ് ഒരു ബുക്കും ഒരു പേനയും സോഷ്യലിൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ ആയിട്ട് മിസ്സിൻ്റെ ലൈവ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താണ് കമൻറ്റിൽ ചോദിക്കുക, മിസ് അതിന് ആൻസർ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ എക്സാം പോയിന്റിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് നോട്ട്സ് ആണെങ്കിലും നമ്മളതിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങളെല്ലാവർക്കും അതൊന്ന് ഷെയർ ചെയ്യുക. ഓൾമോസ്റ്റ് മിക്കവരും അതിൽ ഗ്രൂപ്പിലൊക്കെ ആഡ് ആയിട്ട് ഉണ്ടാകും. ഇല്ലാത്തവരെന്താണ് നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ആഡ് ആവുക. ഓക്കെ, അപ്പം നമ്മൾ എന്തിനാണ് ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത്? സോഷ്യലിൻ്റെ റിവിഷന് വേണ്ടിയാണല്ലേ? മിസ് ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞു തരാം. നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം. ഡൗട്ട് ഉള്ളത് മിസ്സിൻ്റെ അടുത്ത് ചോദിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ് 10ൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ റിവിഷനിലേക്ക് പോവുകയാണ്. എന്താണ് നമുക്കൊന്ന് എക്സാം പാറ്റേൺ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാമല്ലേ? 9th എഴുതിയതാണ്, സെയിം തന്നെയാണ് 10th ഓൾറെഡി നിങ്ങൾ ഓണം എക്സാം എഴുതിയതാണ്. സോ നിങ്ങൾക്ക് എല്ലാം അറിയാം. എന്നാലും ഒന്ന് മിസ് പറയുവാണ്, എത്ര മണിക്കൂറാണ് എക്സാം? എക്സാം എത്ര മണിക്കൂറാണ്? 2.5 hours ആണ്. അത് നമുക്കറിയാം. ദെൻ മാർക്ക് എത്ര? 80 ആണെന്നും അറിയാം. എങ്ങനെയായിരിക്കും ആൻസർ? ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 5. 1 to 5 എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് നിങ്ങൾക്ക് 1 word ടൈപ്പ് ആയിരിക്കും ഫസ്റ്റ് വരിക. ദെൻ ഈച്ച് ക്യാരീസ് 1 mark, ഓരോ മാർക്ക് വെച്ചുണ്ടാകും. അതുപോലെ ആൻസർ ഇനി 8 questions ഫ്രം 6 to 15. 6 to 15 നിങ്ങൾ എത്ര എഴുതണം? 8 questions എഴുതണം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദെൻ ആൻസർ ഇനി 10 questions ഫ്രം 16 to 26. ഈച്ച് ക്യാരീസ് 4 score. ദെൻ നിങ്ങളുടെ എസ്സേ വരുന്നതാണ് എന്ത്? 2 ടൈപ്പിലായിരിക്കും എസ്സേ. ആൻസർ എനി വൺ ഫ്രം ക്വസ്റ്റ്യൻ 27 and 28. ഈച്ച് ക്യാരീസ് 5 score. അതിൽ എത്ര മാർക്കായിരിക്കും? 5 മാർക്കായിരിക്കും. ദെൻ നെക്സ്റ്റ് എത്രയാണ്? ആൻസർ ഇനി 1 questions ഫ്രം 29 and 30. 29 and 30 ഏതെങ്കിലും ഒരെണ്ണത്തിന് എഴുതുക. 6 മാർക്കായിരിക്കും. ഓക്കെ അല്ലേ? എക്സാം പാറ്റേൺ ക്ലിയർ അല്ല? ഇതായിരിക്കും നിങ്ങളുടെ എസ്സേ വരിക. 5 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും. വേറെ എന്തൊക്കെ സ്കിപ്പ് ചെയ്താലും, ഒന്ന് സ്കിപ്പ് ചെയ്യരുത്. എന്നാലും ഏത് സ്കിപ്പ് ചെയ്യരുത്? നിങ്ങളുടെ എസ്സേ സ്കിപ്പ് ചെയ്യരുത്. എന്തൊക്കെ വന്നാലും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താണോ ആ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാകുന്നത് അതൊക്കെ നോക്കിയിട്ട് എഴുതാം. ഓക്കെ അല്ല? അപ്പോൾ എസ്സേക്ക് നന്നായിട്ട് എഴുതാനായിട്ട് മിസ്സിൻ്റെ ലൈവ് നന്നായിട്ട് കാണാം. എല്ലാവരും എന്താണ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് മിസ് പറയാൻ പോകുന്നത് സോഷ്യൽ സയൻസ് 1 നമ്മുടെ ഹിസ്റ്ററി ആണല്ലേ? ഹിസ്റ്ററി പാർട്ടിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഏതൊക്കെ ചാപ്റ്റേഴ്സാ? ചാപ്റ്റർ 5 കൾച്ചർ ആൻഡ് നാഷണലിസം, ചാപ്റ്റർ 6 സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, ദെൻ ചാപ്റ്റർ 7 യെസ് ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ ഫൈൻ. നോക്കാം. ചാപ്റ്റർ 7 ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ചാപ്റ്റർ 9 8 ഇല്ല, അത് മറക്കരുത്. ഹിസ്റ്ററി ചാപ്റ്റർ 8 ഇല്ല. നേരെ നമ്മൾ ചാപ്റ്റർ 9ലേക്ക് വരുവാണ്. ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. ആൻഡ് ദ ലാസ്റ്റ് ചാപ്റ്റർ 9 സിവിക് കോൺഷ്യസ്നസ്. സോ ദിസ് ഈസ് അവർ എക്സാം സിലബസ്. ഇതാണ് നമ്മുടെ സിലബസ് വരുന്നത്. സോ ഇനി നമുക്ക് എന്താണ്
ഒന്ന് പോവാല്ലേ, ക്വസ്റ്റ്യൻ സെഷനിലേക്ക് പോവാം. മിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഒരു 4-5 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് ഇതിൽ ഡിസ്കസ് ചെയ്യും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മിസ്സിൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പം നമുക്ക് ഷാൽ വി സ്റ്റാർട്ട് ദ ക്ലാസ്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കുക, നമ്മുടെ സോഷ്യൽ സയൻസ് 1 ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ? ചാപ്റ്റർ 5 കൾച്ചർ ആൻഡ് നാഷണലിസം. എന്താണ് ഈ ചാപ്റ്ററിൽ പറയണേ? ഈ ചാപ്റ്ററിൽ നമുക്കറിയാം, പേര് കേൾക്കുമ്പോൾ അറിയാം അല്ലേ, കൾച്ചർ ആൻഡ് നാഷണലിസം. നമ്മുടെ കൾച്ചർ, ദെൻ എഡ്യൂക്കേഷൻസ്, കുറേ ലിറ്ററേച്ചർ വർക്ക്സ്, ദെൻ അതിൻ്റെ ലാംഗ്വേജസ്, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം ഒരുപാട് വൈഡായിട്ട് 9 ചാപ്റ്റേഴ്സൊക്കെ ഉള്ളതാണ്, ഒരുപാട് കണ്ടൻറ്റ് നമുക്കുണ്ട്. സോ ഡോണ്ട് വറി, മിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കിയാലോ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി? ആരാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്? ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ബി DK കാർവേ, ഓപ്ഷൻ സി GG അഗർകർ, ഓപ്ഷൻ ഡി MA അൻസാരി. ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി? ആരാണ് നമ്മുടെ ഫൗണ്ടർ? ആരാ ഫൗണ്ടർ? ആൻസർ അറിയാവുന്നവരൊന്ന് പറഞ്ഞേ, ആരാണ് ഫൗണ്ടർ എന്നുള്ളത്? ആരാണ് ഫൗണ്ടർ വരുന്നത്? യെസ്, ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ. ആരാണ് നമ്മുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്? രവീന്ദ്രനാഥ് ടാഗോർ ആണല്ലേ നമ്മുടെ ഫൗണ്ടർ വരുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് രാജാറാം മോഹൻ റോയ് ഇൻ ഇന്ത്യ സോഷ്യൽ റിഫോം മൂവ്മെന്റ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിൽ, സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ നമ്മുടെ രാജാറാം മോഹൻ റോയുടെ കോൺട്രിബ്യൂഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് രാജാറാം മോഹൻ റോയുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്? എന്താ രാജാറാം മോഹൻ റോയുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്? ഒന്ന് പറഞ്ഞേ, അറിയാമോ എന്ന് മിസ് നോക്കട്ടെ. 2022-ലും 2023-ലും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണത്. സോ നമുക്കൊന്ന് നോക്കിയാലോ. The pioneer among the social reformers who strived for the modernization of Indian society. എന്താണ് അദ്ദേഹം എന്ന് പറയുന്നത്? എന്താണ് നമ്മുടെ സൊസൈറ്റിയുടെ മോഡേണൈസേഷന് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ആര്? രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. സോ ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യൽ റിഫോം. അദ്ദേഹമാണ് എന്താണെന്ന് അറിയപ്പെടുന്നത്? നമ്മുടെ ഫാദർ ഓഫ് ഇന്ത്യൻ സോഷ്യൽ റിഫോം, സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നതാണ് ആര്? നമ്മുടെ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഹി ഓപ്പോസ്ഡ്. ഇനി അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? ഹി ഓപ്പോസ്ഡ് കാസ്റ്റ് സിസ്റ്റം. എന്തിനെ എതിർത്തു? കാസ്റ്റ് സിസ്റ്റത്തെ എതിർത്തു അല്ലേ? അതുപോലെ തന്നെ നമുക്കറിയാം പണ്ട് കാലത്ത് കാസ്റ്റ് സിസ്റ്റം, സദ്യയൊക്കെ പോലത്തെ ഒരുപാട് സോഷ്യൽ ഇവിൽസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് അറിയാം അല്ലേ? സോ കാസ്റ്റ് സിസ്റ്റത്തെയും അതുപോലെ തന്നെ സദ്യയൊക്കെ ഇദ്ദേഹം ഓപ്പോസ്ഡ് ചെയ്യുന്നുണ്ട്. ദെൻ സോഷ്യൽ ഇവിൽസ്, ഒരുപാട് സാമൂഹ്യ തിന്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? സോ ഇതിനെയൊക്കെ ആരെതിർക്കുന്നുണ്ട്? നമ്മുടെ രാജാറാം മോഹൻ റോയ് എതിർക്കുന്നുണ്ട്. Then established the ബ്രഹ്മ സമാജ് in ബംഗാൾ. അദ്ദേഹം എന്ത് സ്ഥാപിച്ചു എന്നാ പറയുന്നത്? ബംഗാളില് ബ്രഹ്മ സമാജ് ഫോം ചെയ്തു. Then to improve the status of women. അദ്ദേഹം ആർക്കും കൂടി വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വുമൻസിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? എന്താ ചെയ്തിട്ടുള്ളത് അവർക്ക് വേണ്ടി? He advocated for the right of women to own property. അവരുടെ സ്റ്റാറ്റസ്, സൊസൈറ്റിയിൽ അവരുടെ വുമൻസിൻ്റെ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം എന്തിനു വേണ്ടി വർക്ക് ചെയ്തു? റൈറ്റ് ഓഫ് വുമൻ ടു ഓൺ പ്രോപ്പർട്ടി. സ്വത്തിൻ്റെ മേലിൽ അവർക്ക് റൈറ്റ് വേണം എന്ന് അദ്ദേഹം വാദിച്ചു. ഓക്കെ അല്ലേ? സോ ഇതാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2023-ൽ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ക്വസ്റ്റ്യൻ? ഇവാലുവേറ്റ് ദ റോൾ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ ദി എമർജൻസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം. ഇന്ത്യൻ നാഷണലിസത്തിൽ എന്തിൻ്റെ കോൺട്രിബ്യൂഷൻസാണ് ചോദിക്കുന്നത്? ന്യൂസ് പേപ്പേഴ്സിൻ്റെ. ന്യൂസ് പേപ്പർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളിപ്പോഴും എന്തിനാണ് ന്യൂസ് പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഒരുപാട് ന്യൂസസ് അറിയാം അല്ലേ? നല്ല കാര്യങ്ങളും അറിയാം, അതുപോലെ പല സ്ഥലങ്ങളിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ? സോ അത് തന്നെയാണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
പക്ഷേ ഇതിന് നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ ഓൺ വേർഡ്സിൽ നമ്മൾ എഴുതണം അല്ലേ? സോ നോക്കാം, നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടുന്നത്? ഫസ്റ്റ് നോക്കുക, ഗീവ് ഇൻഫർമേഷൻ ഓൺ മസാക്കേഴ്സ് ഓപ്പറേഷൻ ആൻഡ് റെപ്രസീവ് റൂൾ ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി. എന്താണ്? ഒരുപാട് കൺട്രിയുടെ പല പാർട്സിലും നടക്കുന്ന അതിക്രമങ്ങൾ, അവിടെ നടക്കുന്ന കൊലപാതകങ്ങൾ, അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ട്. എവിടുന്ന്? ത്രൂ ന്യൂസ് പേപ്പർ. ദെൻ പോപ്പുലറൈസ്ഡ് റിഫോർമേറ്റീവ് മൂവ്മെന്റ്സ് എഗെയിൻസ്റ്റ് സോഷ്യൽ ഇവിൽസ് ആൻഡ് സൂപ്പർസ്റ്റീഷ്യസ്. ഇവിടെ എന്താ പറയുന്നത്? സോഷ്യൽ ഇവിൽസും അതുപോലെ തന്നെ എന്താണ് സൂപ്പർസ്റ്റീഷ്യസും അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ട് അതിനു വേണ്ടി നടത്തുന്ന റിഫോർമേറ്റീവ് മൂവ്മെന്റ്സ്, എതിരെ നടത്തുന്ന മൂവ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പോപ്പുലറൈസ്ഡ് ചെയ്യുന്നുണ്ട്. ദെൻ മോട്ടിവേറ്റഡ് ദ പീപ്പിൾസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ടു പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ ആൻഡ് ഇവിൽസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. എന്താ പറയുന്നത്? ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള ഇവിൽസും തിന്മകളും അതുപോലെ തന്നെ ബ്രിട്ടീഷ് റൂളിനൊക്കെ എതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതിനൊക്കെ എതിരെ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പീപ്പിൾസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? Then next പറയുന്നത് give information about the global agitations for freedom, democracy and equality. എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് എന്താണ്? നമുക്ക് എന്തിനെ കുറിച്ച് ന്യൂസ് കിട്ടുന്നുണ്ട്? about the global agitations for freedom, democracy and equality. ഫ്രീഡത്തിനും ഡെമോക്രസിക്കും ഇക്വാളിറ്റിക്കും ഒക്കെ വേണ്ടി നടത്തുന്ന അജിറ്റേഷൻസിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസും നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ക്രിയേറ്റ് പബ്ലിക് അവയർനെസ്. എന്ത് ചെയ്യുന്നുണ്ട്? പബ്ലിക് അവയർനെസ് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ഓൺ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, സാമ്പത്തികപരമായിട്ട് നമുക്ക് വരുന്ന എന്താണ്? യെസ്, ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പം എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ, ബ്രിട്ടീഷിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന സാമ്പത്തികമായിട്ടുള്ള ചൂഷണങ്ങൾ, അതിനെ കുറിച്ചിട്ട് നമുക്ക് എന്താണ്? പബ്ലിക് അവയർനെസ്, ആളുകളിൽ ഒരു അവയർനെസ് ഉണ്ടാക്കാനും നമുക്ക് ഈ ന്യൂസ് പേപ്പറിലൂടെ സാധിക്കുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് റിപ്പോർട്ടഡ് ദി കലാമിറ്റീസ് ലൈക്ക് പ്ലേഗ് ദാറ്റ് കിൽഡ് തൗസൻഡ്സ് ഓഫ് ഇന്ത്യൻസ് ഇൻ വേരിയസ് റീജിയൻസ്. എന്താണ് പറയുന്നത്? വേരിയസ് റീജിയൻസിൽ, നമ്മുടെ സൊസൈറ്റിയിൽ പല പല സ്ഥലങ്ങളിൽ ആളുകൾ എങ്ങനെ മരിക്കുന്നുണ്ട്? എന്താണ്? പല കലാമിറ്റീസ്, ഇവിടെ പ്ലേഗിനെ കുറിച്ചാണ് പറയുന്നത്. പല പല കലാമിറ്റീസ് വഴി ഒരുപാട് ആളുകൾ, തൗസൻഡ്സ് ഓഫ് പീപ്പിൾസ് മരിക്കുന്നുണ്ട്. സോ അതിനെ കുറിച്ചിട്ടുള്ള ന്യൂസ് നമുക്ക് എന്ത് ചെയ്യുന്ന കിട്ടുന്നുണ്ട്? ഈ ന്യൂസ് പേപ്പറിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂസ് പേപ്പറിൻ്റെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ റോൾ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അത് ക്ലിയർ ആണെന്ന് മിസ് വിചാരിക്കുന്നു. ദെൻ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? മാച്ച് ദ ഫോളോയിങ് ആണല്ലേ? നോക്കാം. അറേഞ്ച് ദ ഐറ്റംസ് ഇൻ കോളം ബി വിത്ത് അപ്രോപ്രിയേറ്റ് ഐറ്റംസ് ഇൻ കോളം എ. കോളം എയിൽ ഐറ്റംസ് ആയിട്ട് നമ്മൾ കോളം ബീന് എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുക. സോ ഇതിന് നമ്മൾ എന്ത് നോക്കണം? ഇവിടെ കൊടുത്തിരിക്കുന്നത് കുറച്ച് വർക്കാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആളുകളുടെ കുറച്ച് ലിറ്ററേച്ചർ വർക്ക്സ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമ്മളിത് പഠിച്ചിരിക്കണം. ഈ ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് മാച്ച് ദ ഫോളോയിങ് എക്സ്പെക്റ്റ് ചെയ്യാം. മാച്ച് ദ ഫോളോയിങ് വരാൻ ചാൻസ് ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരാം. കാരണം അതിന് മാത്രം കണ്ടന്റ് അതിൻ്റെ അകത്തുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ചില വേർഡ്സ് ഒക്കെ, ചില ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് നോക്കുക, ദിനബന്ധു മിത്ര, വില്ലേജ് ഡ്രമ്മർ. ദെൻ ബങ്കിം ചന്ദ്ര ചാറ്റർജി, ഭാരത് മാത. ദെൻ നന്ദലാൽ ബോസ്, നീൽ ദർബൻ, അബനീന്ദ്രനാഥ് ടാഗോർ, ആനന്ദമത്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇൻകറക്റ്റ് ആണല്ലേ? സോ ഇവരുടെ വർക്ക് ഏതാണെന്ന് നമുക്ക് എന്താണ്? മാച്ച് ചെയ്യണം അല്ലേ? ദിനബന്ധു മിത്ര എന്ന് പറയുന്ന ആളുടെ വർക്ക് ഏതാണ്? നീൽ ദർപ്പൻ ആണെന്നല്ലേ? നിങ്ങളപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ മാച്ച് ചെയ്യേണ്ട, നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വേണം എടുത്ത് എഴുതുക. അപ്പം മിസ് ഒന്ന് ആൻസർ കാണിക്കട്ടെ? ആൻസർ ഒന്ന് കാണിക്കട്ടെ മിസ്? സോ മിസ് ആൻസർ കാണിക്കാം. ദാ നോക്കിയേ, ദിനബന്ധു മിത്ര, അദ്ദേഹത്തിൻ്റെ വർക്ക് ഏതാണ്? നീൽ ദർപ്പൻ ആണല്ലേ? ദെൻ ബങ്കിം ചന്ദ്ര ചാറ്റർജി, അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്ത ആനന്ദമത്. ദെൻ നന്ദലാൽ ബോസ്, വില്ലേജ് ഡ്രമ്മർ. ദെൻ അബനീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഭാരത് മാത. സോ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ മറക്കാതിരിക്കാൻ എന്ത് ചെയ്യുക? എന്തെങ്കിലുമൊക്കെ ഒരു ഷോർട്ട് കോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഷോർട്ടായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് മെമ്മറിയിൽ വെക്കാനായിട്ടുള്ള ഇതിൽ ക്ലൂ വെച്ചിട്ട് വേണം പഠിക്കുക. സോ മിസ്സാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യും? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ നോക്കും, അതിനോട് ചേരുന്നത് വെച്ചിട്ട് ഇത് നോക്കും. പക്ഷെ അങ്ങനെ പഠിക്കുമ്പോൾ എന്ത് പറ്റും? ഇവിടെ വെച്ച് ചിലപ്പോൾ തെറ്റും. സോ എന്ത് ചെയ്യണം?
മറന്നു പോവാതിരിക്കാൻ കോട്ട് കണ്ടുവെക്കണം. സോ നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ഒരു ക്ലൂവോ എന്തെങ്കിലുമൊക്കെ കണ്ടുവെക്കണം, എന്നാലാണ് നമുക്കിത് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് വേർഡ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരുപാട് പേരുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ? സോ ഇത് ക്ലിയർ ആണെന്ന് മിസ് വിചാരിക്കുന്നു. ദെൻ മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ടേബിൾ. എഗെയിൻ ഒരു 2018 ചോദിച്ചിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഏതാണ് നമുക്കൊന്ന് നോക്കിയാലോ? ലോർഡ് ലൈറ്റൺ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, മഹാത്മാഗാന്ധി കേരള കലാമണ്ഡലം, ലോർഡ് മക്കൗലെ ദ വെർണാക്കുലർ പ്രസ് ആക്ട്, ദെൻ വള്ളത്തോൾ നാരായണ മേനോൻ വർദ്ധ എഡ്യൂക്കേഷൻ പ്ലാൻ. ഇത് ചിലത് നമുക്ക് അറിയാമായിരിക്കും അല്ലേ? മഹാത്മാഗാന്ധിയുടെയും വള്ളത്തോൾ നാരായണ മേനോൻ്റെയും നമുക്കറിയാം. ബാക്കി രണ്ടെണ്ണമാണ് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം അല്ലേ? സോ നോക്കിയേ, ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വെർണാക്കുലർ പ്രസ് ആക്ട് വരും, വർദ്ധ എഡ്യൂക്കേഷൻ പ്ലാൻ വരും, ദെൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ദെൻ വള്ളത്തോൾ നാരായണ മേനോൻ്റെ നേരെ കേരള കലാമണ്ഡലവും വരും. ക്ലിയർ അല്ലേ? സോ ഇതെന്താണ്, കുറച്ച് മിസ് അതിൻ്റെ ഇത് വെച്ചേക്കുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക, ഒന്നും കൂടി വായിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞെന്നുള്ളൂ. സോ നോക്കണം. Then let's move to the next chapter. Which is our next chapter? ഏതാണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ? ചാപ്റ്റർ 6 സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം. ചാപ്റ്റർ 6 സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം അല്ലേ? ഇതിൽ എന്താ പറയുന്നത്? എന്താണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്? നമുക്ക് പേര് കേൾക്കും പറയാം അല്ലേ? കുറേ സ്ട്രഗിൾസ് ഉണ്ട്. ഫ്രീഡത്തിന് വേണ്ടി നമുക്ക് നടത്തിയിട്ടുള്ള കുറച്ച് സ്ട്രഗിൾസ്. ആരായിരിക്കും? ഫ്രീഡം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി മനസ്സിൽ വന്നത് ആരായിരിക്കും? നമ്മുടെ ഗാന്ധിജീനെ ആയിരിക്കും അല്ലേ? സോ അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്ട്രഗിൾസും അതിനുശേഷം നമുക്ക് ഫ്രീഡം കിട്ടിയ കാര്യങ്ങളും ഒക്കെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഒന്ന് നോക്കിയാലോ? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? 2023 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ആക്ട് ദാറ്റ് ലെഡ് ടു ദി ജാലിയൻ വാലാബാഗ് മസാക്കർ. എന്താണ് ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞാൽ? എന്താണ് ജാലിയൻ വാലാബാഗ് മസാക്കർ, കൂട്ടക്കൊല എന്ന് പറയുന്നത്? എന്തായിരുന്നു അത്? നമുക്കത് പഠിക്കാനുണ്ട്. അതായത് ഒരു ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന മൈതാനത്ത് വെച്ചിട്ട് ഗാന്ധിജിയുടെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ ഒരുപാട് പേരെ ഒറ്റയടിക്ക് കൊന്നല്ലേ, അതിനെയാണ് നമ്മൾ ജാലിയൻ വാലാബാഗ് മസാക്കർ, കൂട്ടക്കൊല എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ദെൻ ഈ ജാലിയൻ വാലാബാഗ് മസാക്കർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഗാന്ധിജീനെയൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഒരു ആക്ട് അവിടെ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ജാലിയൻ വാലാബാഗ് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. എന്തുകൊണ്ടായിരിക്കും? The options are first one the vernacular press act, then option B Rowlatt Act, option C doctrine of lapse and option D Rayatwari system. Which is the correct answer? ഏതായിരിക്കും ജാലിയൻ വാലാബാഗിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ള ആക്ട് എന്ന് പറയുന്നത്? യെസ്, ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട് ആണ് അല്ലേ? എന്താ റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ റൈറ്റ്സ്, നമുക്ക് കിട്ടേണ്ട റൈറ്റ്സ് ഒക്കെ എന്താണ് ലിമിറ്റ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് എന്ത് ചെയ്തു? ഒരു റൂള് കൊണ്ടുവന്ന് അവരൊരു നിയമം പാസ്സാക്കി. ആ നിയമം വെച്ചിട്ട് എന്താണ് നമുക്ക് എന്താണ് അതായത് ഒരു കാരണവും കൂടാതെ നമുക്ക് ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെക്കാം. ഒരു കാരണവും കൂടാതെ നമുക്കത് ചെയ്യാം. സോ അതിനെതിരെ നടത്തിയതാണ് എന്ത്? ആ ഒരു നിയമത്തിനെതിരെ നമ്മൾ നടത്തിയതാണ് ഈ ജാലിയൻ വാലാബാഗ് മസാക്കർ എന്ന് പറയുന്നത്. സോ അതിലേക്ക് ലീഡ് ചെയ്ത ആക്റ്റാണ് ഇത് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ്. കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസിനെ അനലൈസ് ചെയ്യാനാണ്. എന്തിന്? പുട്ട് ഫോർവേഡ് ബൈ ഗാന്ധിജി. ഗാന്ധിജി കൊണ്ടുവന്നിട്ടുള്ള കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസിനെ അനലൈസ് ചെയ്യുക ആസ് എ പാർട്ട് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ സമരം നിങ്ങൾ കേട്ടിട്ടുണ്ട്. സോ അതിൻ്റെ പാർട്ടായിട്ട് ഗാന്ധിജി കൊണ്ടുവന്നിട്ടുള്ള പ്രോഗ്രാമാണ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. സോ അതെന്താണെന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. നോക്കിയാലോ? ഫസ്റ്റ് നോക്കുക. ഗാന്ധിജി മോട്ടിവേറ്റഡ് ദ പീപ്പിൾ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ്. ഗാന്ധിജി എന്തിനാ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അല്ല. പീപ്പിൾ ബിഗാൻ ടു മേക്ക് ഇൻഡിജീനിയസ് പ്രൊഡക്ട്സ്, സ്പിൻ ഖാദി ക്ലോത്ത് യൂസിങ് ചർക്ക ആൻഡ് എസ്റ്റാബ്ലിഷ് നാഷണൽ സ്കൂൾസ് ആൻഡ് പോപ്പുലറൈസ് ഹിന്ദി. അദ്ദേഹം എന്തിനു വേണ്ടി ഇതാക്കുന്നുണ്ട്? പീപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ടു മേക്ക് ഇൻഡിജീനിയസ് പ്രൊഡക്ട്സ്. ഒരുപാട് പ്രൊഡക്ട്സ് അവർ സ്വന്തം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ചർക്ക യൂസ് ചെയ്തിട്ട് ഖാദി ക്ലോത്ത്സ് പിൻ ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ പറയുന്നത് സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്, നാഷണൽ സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഹിന്ദി ലാംഗ്വേജിനെ പോപ്പുലറൈസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷന് വേണ്ടിയാണ് അവിടെ എന്ത് വരുന്നത്, നമ്മളിവിടെ പറഞ്ഞതാണ് നാഷണൽ സ്കൂൾസ് എന്ന് പറയുന്നത്. സോ ഈ നാഷണൽ സ്കൂൾസ് ഏതൊക്കെയാണ്? കാശി വിദ്യാപീഠ്, ഗുജറാത്ത് വിദ്യാപീഠ്, ജാമിയ മില്ലിയ എക്സെട്ര ആർ സം ഓഫ് ദി നാഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദിസ് ടൈം. ഈ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേരുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ, ഓർക്കാൻ പറ്റുമെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ എണ്ണമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ പോയിന്റ്സ് ഔട്ട് ചെയ്തിട്ട് ചെയ്ത പാരഗ്രാഫ് പോലെ എഴുതാതെ പോയിന്റ് ഔട്ട് ചെയ്യുക. ദെൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന, കറക്റ്റ് ആണെന്ന് തോന്നുന്നത് എന്ത് ചെയ്യുക, അണ്ടർലൈനും ചെയ്തിടാം. ഓക്കെ അല്ലേ? സോ അങ്ങനത്തെ കാര്യങ്ങൾ എക്സാം എഴുതുമ്പോൾ നോക്കണം. നെക്സ്റ്റ് പോയിന്റ് നോക്കുക. സ്റ്റുഡൻസ് ഹു ബോയ്ക്കോട്ടഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വെയർ അട്രാക്റ്റഡ് ടു നാഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ് പറയുന്നത്? അവിടെ സ്റ്റുഡൻസ് എന്ത് ബഹിഷ്കരിക്കുന്നുണ്ട്? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ട്. ബോയ്ക്കോട്ട് ചെയ്യുന്ന വെച്ചാൽ എന്താ, ബഹിഷ്കരിക്കുന്നുണ്ട്. ദെൻ അവരെങ്ങോട്ട് മാറുന്നുണ്ട്? വെയർ അട്രാക്റ്റഡ് ടു നാഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പുറത്ത് ഗാന്ധി പറഞ്ഞല്ലോ എന്ത്, നെക്സ്റ്റ് കഴിഞ്ഞ പോയിന്റിൽ മിസ് പറഞ്ഞു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ അതിലേക്കാണ് കുട്ടികളെ അട്രാക്ട് ചെയ്യുന്നത്. സോ ഇതാണ് അദ്ദേഹത്തിൻ്റെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഇത്? ദെൻ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ മൂവ്മെന്റ്സ് ആൻഡ് പേഴ്സൺസ് having difference of opinion towards the Gandhian approach of struggle also played a crucial role in attaining India's freedom. എന്താണ് പറയുന്നത്? ഗാന്ധിയുടെ ഒപ്പീനിയൻസ്, അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻസിനോട് അല്ലെങ്കിൽ ഗാന്ധിജിയുടെ അപ്രോച്ചിന് എതിരെ ഒപ്പീനിയൻസ് ഉള്ള കുറച്ച് ആൾക്കാരുമുണ്ട്, അതുപോലെ കുറച്ച് മൂവ്മെൻറ്റ്സും ഉണ്ട്. സോ അവരും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇന്ത്യയുടെ ഫ്രീഡം അറ്റൈൻ ചെയ്യുന്നതിൽ അവർക്കും ഒരു റോൾ ഉണ്ട്. ഗാന്ധിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നവരല്ല, ഗാന്ധിയൻ അപ്രോച്ചിന് എതിരെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇന്ത്യയുടെ ഫ്രീഡത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്കും ഒരു റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. സോ സബ്സ്റ്റാൻഷിയേറ്റ് ദി സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ദി ഗിവൺ ഹിൻസ്. എന്താണ് ഇപ്പം പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക, ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? സമർത്ഥിക്കണം. ദെൻ ഫോളോയിങ് ഹിൻസ്, നമുക്കിവിടെ കുറച്ച് ഹിൻറ്റും കൂടി തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, 2023 ചോദിച്ചിട്ടുള്ളതാണ്. സോ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പഠിക്കണം. നന്നായിട്ട് എഴുതിയാലാണ് നമുക്ക് 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ എന്തൊക്കെ വരണം? സ്വരാജ് പാർട്ടി, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ വരണം, ദെൻ ഇന്ത്യൻ നാഷണൽ ആർമി INA വരണം. സോ ഈ പോയിന്റ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ട്. സോ നമുക്ക് ആൻസർ നോക്കിയാലോ? ആൻസർ നോക്കാം അല്ലേ? എന്താണ് ഫസ്റ്റ് മിസ് പറഞ്ഞ പോയിന്റ് ആണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. സോ സ്വരാജ് പാർട്ടിയിൽ എന്തൊക്കെ വരണം ഒന്ന് നോക്കാം. CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു ഹു ഓപ്പോസ്ഡ് ഗാന്ധിയൻ ഐഡിയ ഓഫ് ബോയ്കോട്ട് മൂവ്മെന്റ് ഫോംഡ് ദ സ്വരാജ് പാർട്ടി ഇൻ 1923. എന്താണ് പറയുന്നത്? CR ദാസ് അതുപോലെ മോത്തിലാൽ നെഹ്റു ഹു ഓപ്പോസ്ഡ് ഗാന്ധിയൻ ഐഡിയ ഓഫ് ബോയ്കോട്ട് മൂവ്മെന്റ്. ഗാന്ധിജിയുടെ ഒരു ഐഡിയ ആണ് എന്ത്? ബോയ്കോട്ട് മൂവ്മെന്റ്, ബഹിഷ്കരണ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ എന്താണ്? എല്ലാത്തിനെയും ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത്. സോ അതിനെതിരെയുള്ള ആൾക്കാരാണ് ആര്? ഈ CR ദാസും മോത്തിലാൽ നെഹ്റുവും. സോ ഇവർ ജോയിൻ ചെയ്തിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്തു? ദേ ഫോംഡ് ദ സ്വരാജ് പാർട്ടി ഇൻ 1923. എന്ത് ചെയ്തു? 1923 അവർ സ്വരാജ് പാർട്ടി ഫോം ചെയ്തു. ക്ലിയർ ആയോ? ഈ പോയിന്റ് ക്ലിയർ ആയോ? ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താ? ദേ ആർഗ്യൂഡ് ഫോർ മേക്കിംഗ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. അവർ എന്തിനു വേണ്ടി ആർഗ്യൂ ചെയ്തു? അവർക്ക് എന്ത് വേണം? ലെജിസ്ലേറ്റീവ് അസംബ്ലി വേണം അല്ലേ? എന്തിനു വേണ്ടിയാണ്? ആസ് പ്ലാറ്റ്ഫോംസ് ഫോർ റേസിങ് അവർ വോയിസ്. അവർക്ക് ശബ്ദമുയർത്താൻ, അവരുടെ ഒപ്പീനിയൻസ് പറയാനായിട്ട് അവർക്കൊരു പ്ലാറ്റ്ഫോം വേണം. സോ എന്തിനാണ്? വോയിസസ് ഇൻസ്റ്റെഡ് ഓഫ് ബോയ്ക്കോട്ടിങ്. എന്താണ്? അതിനെ ബഹിഷ്കരിക്കാതെ അവർക്ക് അവരുടെ ഒപ്പീനിയൻസ് പറയാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോം ചെയ്യണം. ദെൻ ആൻഡ് ദേ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എലക്ഷൻ. അതിനു വേണ്ടി അവർ ലെജിസ്ലേറ്റീവ് എലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? സോ ഈ പോയിന്റിൽ പറഞ്ഞത് അവർക്ക് എന്ത് വേണം? ദേ നീഡ് എ പ്ലാറ്റ്ഫോം ഫോർ റേസിങ് ദയർ വോയിസ്. അവരുടെ വോയിസ് റേസ് ചെയ്യുന്നതിന് അവർക്കൊരു പ്ലാറ്റ്ഫോം വേണം. അതിനു വേണ്ടി അവരെന്ത് ചെയ്യുന്നു? എലക്ഷനിൽ
പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഗ്രാജുവലി ദ ഓപ്പോസിഷൻ ടു ഗാന്ധിയൻ മെത്തേഡ് ഓഫ് സ്ട്രഗിൾ ഇൻറ്റൻസിഫൈഡ്. എന്താണ് ഗ്രാജുവലി ക്രമേണ എന്ത് പറ്റി? ഗാന്ധിയൻ ഒപ്പീനിയൻസിനോടുള്ള എതിർപ്പ്, അതിനോടുള്ള ഓപ്പോസിഷൻ എന്തായി? ഇൻക്രീസ് ആയി, ഒരുപാട് കൂടി വന്നു. സോ നെക്സ്റ്റ് പറയുന്നത് എന്താ? ഇന്ത്യൻ നാഷണൽ ആർമി, INA. നമ്മൾ പറഞ്ഞ നെക്സ്റ്റ് പോയിന്റ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി എങ്ങനെയാണ് അത് ഫോം ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത്. സുഭാഷ് ചന്ദ്രബോസ് എക്സ്പ്രസ്ഡ് ഹിസ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഓൺ ഗാന്ധിയൻ ഐഡിയാസ് ഓഫ് സ്ട്രഗിൾ. വേറെ ആര് കൂടിയുണ്ട്? സുഭാഷ് ചന്ദ്രബോസും ഗാന്ധിയൻ ഐഡിയാസിനോടുള്ള അദ്ദേഹത്തിൻ്റെ എതിർപ്പ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ക്വിറ്റിംഗ് ദ കോൺഗ്രസ് ഹി ഫോംഡ് എ പൊളിറ്റിക്കൽ പാർട്ടി കോൾഡ് ഫോർവേഡ് ബ്ലോക്ക്. അദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ കോൺഗ്രസിൽ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് ദേ ഫോംഡ് എ പൊളിറ്റിക്കൽ പാർട്ടി. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഫോം ചെയ്തല്ല. അതിൻ്റെ പേരാണ് എന്ത്? ഈ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഫോർവേഡ് ബ്ലോക്ക് BLOC ആണ്, സ്പെല്ലിങ് തെറ്റരുത്. സോ ഫോർവേഡ് ബ്ലോക്ക് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തല്ല. ദെൻ he took the charge of the Indian National Army formed by Rash Bihari Bose to attain freedom for India. Then അദ്ദേഹം എന്ത് ചെയ്തു? INA-യുടെ ആര് ഫോം ചെയ്ത? INA ബൈ റാഷ് ബിഹാരി ബോസ് ടു അറ്റൈൻ ഫ്രീഡം ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് ഫ്രീഡം ലഭിക്കുന്നതിന് വേണ്ടി റാഷ് ബിഹാരി ബോസ് സ്റ്റാർട്ട് ചെയ്ത INA-യുടെ ഇൻചാർജായി ആര്? നമ്മുടെ സുഭാഷ് നമ്മുടെ ഇവിടെ പറയുന്നത് നമ്മുടെ മോത്തിലാൽ നെഹ്റുവും CR ദാസ് എന്നും പറയുന്നത്. സോ നെക്സ്റ്റ് നോക്കുക. സ്ലൈഡ് ചെറിയൊരു മിസ്റ്റേക്ക് വന്നേ, സോ നോക്കുക. റാഷ് ബിഹാരി ദാസ് ബോസ് എന്ത് ചെയ്ത? അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത INA-യുടെ ഇൻചാർജായി ആര് ഇൻചാർജായി? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് അല്ലേ? ചെറുതായിട്ട് മിസ്സിൻ്റെ പെന്നിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സോ നെക്സ്റ്റ് പോയിന്റ് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കുക. ഹി ഫോംഡ് എ പ്രൊവിഷണൽ ഗവൺമെൻറ്. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തല്ലേ? എന്തിനു വേണ്ടിയാ? ഫോർ ഫ്രീ ഇന്ത്യ ഇൻ സിംഗപ്പൂർ. സിംഗപ്പൂരിൽ നമ്മുടെ ഇന്ത്യക്ക് ഫ്രീ ആകുന്നതിന് വേണ്ടി ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തു. വിത്ത് ദ എയിം ഓഫ് ഫോഴ്സിങ് ദ ബ്രിട്ടീഷ് ടു ക്വിറ്റ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷ് ക്വിറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് സിംഗപ്പൂരിൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, then the Indian National Army had a women wing called the Chancy Regiment. എന്താണ് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു INA-യുടെ കാര്യം, INA ഫോം ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു. ഈ INA-യിൽ എന്തുണ്ടായിരുന്നു? വുമൻസ് വിങ് ഉണ്ടായിരുന്നു. വുമൻസ് വിങ്ങിനെ പറയുന്ന പേരാണ് ചാൻസി റെജിമെന്റ് എന്ന് പറയുന്നത്. സോ ഇനി ഇതിൻ്റെ ക്യാപ്റ്റൻ ആരാ? ക്യാപ്റ്റൻ ലക്ഷ്മി വാസ് ഇൻ ചാർജ് ഓഫ് ദിസ് റെജിമെൻറ്റ്. ഈ വുമൻസിൻ്റെ ചാൻസി റെജിമെൻ്റ് എന്ന് പറയുന്ന ഫോർമേഷൻ്റെ ഇൻചാർജ് ആരാണ്? നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മി. Then with the support of the Japanese army, ജാപ്പനീസ് ആർമിയുടെ സപ്പോർട്ടോട് കൂടി എന്ത് പറ്റിയത്? ഇന്ത്യൻ നാഷണൽ ആർമി മാർച്ച്ഡ് ടു ഈസ്റ്റ് ടു വെസ്റ്റ് ബോർഡർ ഓഫ് ഇന്ത്യ ആൻഡ് ഹോസ്റ്റഡ് ഇന്ത്യൻ ഫ്ലാഗ് ഇൻ ഇംഫൽ. എന്താണ് പറയുന്നത്? ഇംഫലിൽ ചെന്നിട്ട് നമ്മുടെ എങ്ങോട്ട് മാർച്ച് ചെയ്തു? നമ്മുടെ നാഷണൽ ആർമി, ഇന്ത്യൻ നാഷണൽ ആർമി മാർച്ച്ഡ് ടു ഈസ്റ്റ് വെസ്റ്റ് ബോർഡർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഈസ്റ്റ് വെസ്റ്റ് ബോർഡറിലേക്ക് മാർച്ച് ചെയ്ത് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പോയിന്റ്സിൽ വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ഇൻ 1928. ഈ ഇയർ ഓർത്ത് വെക്കുക. സോ ഇതിലെന്താണ് പറയുന്നത്? ഇറ്റ് വാസ് ഫോംഡ് ബൈ ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു ആൻഡ് സുഖ്ദേവ്. ആരാണ് ഇത് ഫോം ചെയ്തത്? ഇത് ഫോം ചെയ്തത് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു ആൻഡ് സുഖ്ദേവ്. ഇവർ ചേർന്നിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്? നമ്മുടെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ഫോം ചെയ്യുന്നത്. ദെൻ ലീഡേഴ്സ് ഫൗണ്ടഡ് എ മിലിറ്ററി വിങ്. എന്തായിരുന്നു? ഈ ലീഡേഴ്സ് ഒക്കെ എന്ത് ഫോം ചെയ്തു? ഒരു മിലിറ്ററി വിങ് ഫോം ചെയ്തു. കോൾഡ് റിപ്പബ്ലിക്കൻ ആർമി ഫോർ ആംഡ് റവല്യൂഷൻ. എന്താണ് പറയുന്നത്? ഒരു റിപ്പബ്ലിക്കൻ ആർമി ഫോർ ആംഡ് റവല്യൂഷന് വേണ്ടി അവരൊരു റിപ്പബ്ലിക്കൻ ആർമി സ്റ്റാർട്ട് ചെയ്തു. ദെൻ ദെയർ പ്ലാൻ വാസ് ടു, ഇനി
അവരുടെ പ്ലാൻ എന്താണ്? ഇത് ഫോം ചെയ്തു. സോ അത് ഫോം ചെയ്യുന്നതിന് ഒരു എയിം ഉണ്ടാകുമല്ലോ. എന്താണത്? ദെയർ പ്ലാൻ വാസ് ടു ഓവർ ത്രോ ദ കൊളോണിയൽ ഗവൺമെൻറ്. കൊളോണിയൽ ഗവൺമെൻറ്റിനെ എടുത്ത് മാറ്റണം ത്രൂ മിലിറ്ററി ആക്ഷൻ. മിലിറ്ററി ആക്ഷനിലൂടെ ഇതെടുത്ത് മാറ്റണം. ആൻഡ് എസ്റ്റാബ്ലിഷ് ദെൻ എന്ത് കൊണ്ടുവരണം? എ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ഒരു ഫെഡറൽ റിപ്പബ്ലിക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതായിരുന്നു എന്ത്? ഈ മിലിറ്ററി വിങ് ഫോം ചെയ്യുമ്പോൾ അവരുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലേക്ക് നയിച്ചിട്ടുള്ള ഫാക്ടേഴ്സ്, അതിലേക്ക് ലീഡ് ചെയ്ത ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഏതൊക്കെയാണോ നോക്കിയാലോ. റെലുക്റ്റൻസ് ഓഫ് ദ ബ്രിട്ടീഷ് ടു ഇംപ്ലിമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഇൻ ഇന്ത്യ. എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്? പബ്ലിക് ഡിസ്കസ്ഡ് വിത്ത് പ്രൈസ് ഹൈക്ക് ആൻഡ് ഫെമീൻ. എന്തൊക്കെയാണ് അതിന് കാരണം എന്ന് പറയുന്നത്? നമ്മുടെ മുകളിൽ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്. നമ്മുടെ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്, പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിലുള്ള നമ്മുടെ ബ്രിട്ടീഷുകാരുടെ എന്താണ് മടി, അവർക്കൊരു താല്പര്യമില്ലായ്മ. സോ അതൊക്കെ കൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ വരാനുള്ള കാരണം. എന്താണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്? എന്താണ്? എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാരെ ഏൽപ്പിച്ചിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുക. അതിനാണ് എന്ത് പറയുക? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയാം. സോ ആ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്താ? ബ്രിട്ടീഷുകാർ തന്നെയാണ്. അവരുടെ ഓരോ പ്രവൃത്തികൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് കൊണ്ടുവന്നത് അല്ലേ. സോ അതിൻ്റെ ഫസ്റ്റ് റീസൺ ആണ് പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ റിഫോംസ് കൊണ്ടുവരുന്നതിലുള്ള അവരുടെ ഒരു മടി. ദെൻ പബ്ലിക് ഡിസ്കസ് വിത്ത് പ്രൈസ് ഹൈക്ക് ആൻഡ് ഫെമീൻ. എന്താണ് പറയുന്നത്? ക്ഷാമവും അതുപോലെ തന്നെ ഓരോ പ്രൈസിലൊക്കെ കൊണ്ടുവരുന്ന വിലക്കയറ്റവും ഒക്കെ അതിനൊരു റീസൺ ആണ്. ദെൻ ദ അസംഷൻ ദാറ്റ് ദ ബ്രിട്ടീഷ് വുഡ് ബി ഡിഫീറ്റഡ് ഇൻ ദി സെക്കൻഡ് വേൾഡ് വാർ. പിന്നെ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു പേടിയാണ്. എന്താണ്? അവർക്കൊരു അസംഷൻ, അവർക്കൊരു തോന്നലുണ്ട്. എന്ത്? അവർ സെക്കൻഡ് വേൾഡ് വാറിൽ തോൽക്കുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. സോ ഈ ഭയം, ഈ പോയിന്റ്സ് ഒക്കെയാണ് എന്ത് നമ്മുടെ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? ഈ പോയിന്റ്സ്, ഇത് മൂന്നാണ് അതിൻ്റെ പോയിന്റ്സ് എന്ന് പറയുന്നത്. Then next നോക്കാം. Mention the early regional struggles led by Mahatma Gandhi in India. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് പഠിക്കാനുള്ളൊരു പോർഷൻ ആണ് ഇത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം. Mention the early regional struggles ലെഡ് ബൈ മഹാത്മാ ഗാന്ധി ഇൻ ഇന്ത്യ. നമ്മുടെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള സ്ട്രഗിൾസ് ആണ് ചോദിക്കുന്നത്. അതിൽ ഫസ്റ്റ് നോക്കുക, ദ സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ചമ്പാരൻ സത്യാഗ്രഹ എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടി നടത്തിയതാ? ഇൻഡിഗോ ഫാമേഴ്സിന് വേണ്ടി നമ്മൾ നടത്തിയിട്ടുള്ളതാണ്. അതെവിടെയാണ് നടത്തിയത്? ബീഹാറിൽ 1917 നടത്തിയിട്ടുള്ളതാണ്. ഗാന്ധിജിയുടെ സ്ട്രഗിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1917 ആ ഇയർ നോട്ട് ചെയ്ത് വെക്കാം. സോ ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് 1917 എന്തിനു വേണ്ടിയായിരുന്നു? ഈ സത്യാഗ്രഹയിൽ അദ്ദേഹം ഫോളോ ചെയ്ത 2 കോൺസെപ്റ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡിസോബീഡിയൻസ്, അതുപോലെ തന്നെ സത്യാഗ്രഹ. ഡിസോബീഡിയൻസ് എന്ന് ഉദ്ദേശിച്ച് നിയമലംഘനം. എന്താണോ ബ്രിട്ടീഷുകാർ ചെയ്യാൻ പറഞ്ഞത് അത് നമ്മൾ ചെയ്യില്ല, അതാണ് ഡിസോബീഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് അദ്ദേഹത്തിൻ്റെ വേ ഓഫ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. അല്ലാതെ ഇടി ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്താ സമരം നടത്തുക, അവരെ കൊല്ലുക, അതൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു വേ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹയിലെ ഇമ്പാക്റ്റ് എന്താ? ചമ്പാരൻ സത്യാഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടുത്തെ കർഷകർ, അവരുടെ ഫാമേഴ്സ് എന്താണ് ബ്രിട്ടീഷുകാർ കമ്പൽ ചെയ്യുവാണ്. എന്തിനു വേണ്ടി? ഇൻഡിഗോ മാത്രം ഫാം ചെയ്യാൻ, അതായത് ഇൻഡിഗോ മാത്രം കൃഷി ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാർ അവരെ നിർബന്ധിക്കുകയാണ്. അതെന്താണ്? അതുവഴി അവർക്ക് ഫാമേഴ്സിന് ഒരുപാട് നേട്ടമൊന്നും കിട്ടുന്നില്ല. സോ compel the authorities to pass laws in favor of the indigo farmers. ഈ സമരം കഴിഞ്ഞതോടെ, ഈ സത്യാഗ്രഹം കഴിഞ്ഞതോട് കൂടി ഗാന്ധിജി അതിനു വേണ്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. സോ അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹത്തിന് ശേഷം ആർക്ക് അനുകൂലമായിട്ട് ഫേവർ ആയിട്ടുള്ള നിയമം വന്നു? നമ്മുടെ ഇൻഡിഗോ ഫാമേഴ്സിന് അനുകൂലമായിട്ട്, അവർക്ക് ഫേവർ ആയിട്ടുള്ള ലോയാണ് പാസ്സായത്. സോ ഇതാണ് ഗാന്ധിജിയുടെ ഫസ്റ്റ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. അത് നെക്സ്റ്റ് ഇയറിലാണ് നടക്കുന്നത്. സോ 1918 നെക്സ്റ്റ് ഗാന്ധിജിയുടെ സ്ട്രഗിൾ നടക്കുന്നത്.
സോ നോക്കേ, എന്താണത് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിൽ 1918 സ്റ്റാർട്ട് ചെയ്തതാണിത്. ദെൻ കോസ് ഡിനൽ ഓഫ് പ്ലേഗ് ബോണസ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹമ്മദാബാദിലെ മില്ലിൽ നടക്കുന്ന തൊഴിലാളികൾ, ആ തൊഴിലാളികൾക്ക് എന്താണ് പ്ലേഗ് ഒക്കെ വന്നതോടുകൂടി അവിടെയൊക്കെ എന്താണ് ആൾക്കാരെ ജോലിക്ക് കിട്ടാണ്ടായി, എല്ലാവരും മരിക്കുന്നു. സോ ജോലിക്ക് ആളെ കിട്ടാണ്ടായപ്പോൾ അവിടെ പണി നടക്കണ്ടേ. സോ അതിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഒരു ഐഡിയ കൊണ്ടുവന്നു. എന്താണ്, ഇപ്പം നമുക്കറിയാം ഒരു ഷോപ്പൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് കുറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രൈസ് അങ്ങോട്ട് കുറയ്ക്കില്ല, ഓഫർ എന്നൊക്കെ പറഞ്ഞ് ഗെറ്റ് 1 ബൈ 1 എന്നൊക്കെ പറയും, ബൈ 1 ഗെറ്റ് 1 എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫർ ഇടൂ അല്ലേ. സോ അതുപോലെ തന്നെ നമ്മുടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഒരു ഓഫർ ഇവിടെ കൊണ്ടുവന്നു. അതാണ് പ്ലേഗ് ബോണസ്. എന്താണ് പ്ലേഗ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേഗ് വന്ന് വർക്കേഴ്സിനെ കിട്ടാണ്ടായപ്പോൾ വന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഇൻക്രിമെൻറ്റ്, അവരുടെ ഇൻകത്തിൽ ഒരു ഇൻക്രിമെൻറ്റ് കൊടുക്കും, ഒരു ബോണസ് കൊടുക്കും. സോ ഈ ബോണസ് എന്താണ്, പ്ലേഗ് ഒക്കെ മാറി എല്ലാം നോർമൽ സിറ്റുവേഷനിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഈ പ്ലേഗ് ബോണസ് എടുത്ത് മാറ്റി. അവർക്ക് ആൾക്കാർക്ക് എന്താണ് ബോണസ് കൊടുക്കാണ്ടായി. സോ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഓൾറെഡി കിട്ടുന്ന സാലറി എന്താണ് കുറവാണ്, അതിൻ്റെ കൂടെ ബോണസും കൂടി എടുത്ത് മാറ്റിയപ്പോൾ എന്താ അവർക്ക് പിന്നെ അവരുടെ നീഡ്സ് ഒന്നും കാണാൻ പറ്റാണ്ടായല്ലേ. സോ അതിനെതിരെ ഗാന്ധിജി നടത്തിയിട്ടുള്ളതാണ് ഏത് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പ്ലേഗ് ബോണസ് ആണ്, അത് എടുത്തു മാറ്റിയതാണ് അതിൻ്റെ ഒരു റീസൺ. ദെൻ ഇവിടെയും അദ്ദേഹത്തിൻ്റെ എന്താണ് വേ ഓഫ് സ്ട്രഗിൾ സെയിം ആണ്, ഡിസോബീഡിയൻസ് ആൻഡ് സത്യാഗ്രഹ, നിയമലംഘനവും സത്യാഗ്രഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വേ എന്ന് പറയുന്നത്. ദെൻ ഇമ്പാക്ട് എന്താണ്, ഈ സത്യാഗ്രഹം നടത്തിയതിന് ശേഷം നമുക്കൊരു റിസൾട്ട് വേണ്ടേ. എന്തായിരിക്കും റിസൾട്ട് എന്താ, ദ അതോറിറ്റീസ് എഗ്രീഡ് ടു ഹൈക്ക് ദ വേജസ് ഓഫ് ദി എംപ്ലോയീസ്. എന്താണ് ആർക്ക് അനുകൂലമായിട്ട് വന്നു, ഇവിടെ നമ്മുടെ അവിടുത്തെ ലേബേഴ്സിന് അനുകൂലമായിട്ട് ഫേവറായിട്ടുള്ള മാറ്റമാണ് വന്നത് അല്ലേ. എന്താണ് ദ അതോറിറ്റീസ്, അവിടുത്തെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യണമായിരുന്നു, ഗീവ് ദി സാലറി ഹൈക്ക്, അവർക്ക് എന്ത് കൊടുക്കണം, ടു ഹൈക്ക് ദ വേജസ്, അവരുടെ വേജസ് ഹൈക്ക് ആക്കാനായിട്ട് എംപ്ലോയീസിന് വേണ്ട വേജസ് കൂട്ടിക്കൊടുക്കാനായിട്ടുള്ള എഗ്രിമെൻ്റ് ആണ് അവിടെ നമുക്ക് പാസ്സാക്കി കിട്ടിയത്. സോ അവിടെയും ആര് ജയിച്ചു, നമ്മുടെ ഗാന്ധിജി ജയിച്ചല്ലേ. Then let's move to the third strike. ഏതാണ് തേർഡ്, നമ്മുടെ ഗാന്ധിജിയുടെ തേർഡ് സ്ട്രൈക്ക് ആണ് ഏത്, പെസന്റ് സ്ട്രഗിൾ ഇൻ ഖേദ. ഇത് നടക്കുന്നത് 1918 സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് 1917 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് നടക്കുന്നത് എന്നാണ്, നെക്സ്റ്റ് ഇയറിലാണ് 1918. ദെൻ ഈ പെസന്റ് സ്ട്രഗിൾ ഇൻ ഖേദ നടക്കുന്നതും സെയിം ഇയറിലാണ് 1918. സോ ഇയർ മാറിപ്പോകരുത്. ദെൻ ഇതെന്തായിരുന്നു, ഗുജറാത്തിൽ 1918 നടന്നതാണിത്. ദെൻ അതിൻ്റെ കാരണം എന്താണ്, ഡ്യൂ ടു ഡ്രൗട്ട് ആൻഡ് ക്രോപ്പ് ഫെയിലിയർ. അതായത് ഇവിടെ പറയുന്നത് ഗുജറാത്തിൽ എന്താണ് ഡ്രൗട്ട്, വരൾച്ചയൊക്കെ വന്നു, ക്രോപ്പ് ഫെയിലിയർ, വിളനാശമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് എന്താണ് അവർക്ക് കിട്ടുന്ന വരുമാനം കുറഞ്ഞല്ലേ. സോ ഈ കൃഷി ചെയ്യുന്നതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആർക്ക് കൊടുക്കണമായിരുന്നു, ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണമായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ പിന്നെ എന്താണ് ഈ ഡ്രൗട്ടും കൂടി വന്നപ്പോൾ എന്താണ് ഒന്നുമില്ലാത്ത അവസ്ഥയായി അല്ലേ, കൃഷി ചെയ്യാൻ പറ്റാണ്ടായി. സോ അങ്ങനെ പറ്റിയെങ്കിൽ പോലും ബ്രിട്ടീഷുകാർ എന്ത് മാറ്റി വെച്ചില്ല, ടാക്സ് കളക്ഷൻ മാറ്റി വെച്ചില്ല. അവർ ടാക്സ് അതിൽ നിന്ന് ഒരിക്കലും ഈ ഫാമേഴ്സിന് അതിൽ നിന്ന് മാറ്റി നിർത്തില്ല. സോ ആ ടാക്സിനെതിരെ നടത്തിയതാണ് ഏത്, നമ്മുടെ പെസന്റ് സ്ട്രഗിൾ ഇൻ ഖേദ എന്ന് പറയുന്നത്. നോക്കിയേ, എന്താണ് അതിൻ്റെ കാരണം, ഡ്യൂ ടു ഡ്രൗട്ട് ആൻഡ് ക്രോപ്പ് ഫെയിലിയർ ഫാമേഴ്സ് ഇൻ ഖേദ were living in utter misery. എന്താണ് അവരുടെ ആൾക്കാർ എന്താണ് ഭയങ്കര ദുരിതത്തിൽ ജീവിക്കാൻ തുടങ്ങി ഡ്രൗട്ടൊക്കെ വന്നതോടുകൂടി. സോ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ വേ ഓഫ് സ്ട്രഗിൾ എന്താണ്, സത്യാഗ്രഹം, ഡിനൽ ഓഫ് ടാക്സും ആണ്. എന്താണ് സത്യാഗ്രഹം, അതുപോലെ തന്നെ ടാക്സ് കൊടുക്കാതിരിക്കുക. ബ്രിട്ടീഷുകാർ ടാക്സ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കൂല. അതാണ് ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ വേ ഓഫ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ഇമ്പാക്റ്റ്. എന്താണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത്, എന്താ നമുക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു നേട്ടം എന്ന് പറയുന്നത്, ദ അതോറിറ്റീസ് വെയർ ഫോഴ്സ്ഡ് ടു റെഡ്യൂസ് ദ ടാക്സ് റേറ്റ്. എന്താ ചെയ്യണമായിരുന്നു, ഈ അതോറിറ്റീസ് എന്ത് ചെയ്യണം, റെഡ്യൂസ് ദ ടാക്സ് റേറ്റ്, ടാക്സ് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള നിയമമാണ് അവിടെ വന്നത്. സോ അതും നമ്മുടെ ഖേദയിലെ ലേബേഴ്സ് അല്ലെങ്കിൽ ഫാമേഴ്സിന്, പെസൻസിന് ഫേവറായിട്ടുള്ള ഒരു നിയമമാണ് അവിടെ നമുക്ക് വന്നത്. സോ ഇത് മൂന്നുമാണ് നമ്മുടെ ഗാന്ധിജിയുടെ ഇതെന്ന് പറയുന്നത്, പോരാട്ടങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. 1917 സ്റ്റാർട്ട് ചെയ്തു, 18 ബാക്കി 2 സത്യാഗ്രഹാസ് നടന്നത്. മിസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രോംപ്റ്റഡ് ഗാന്ധിജി ടു സെലക്ട് സോൾട്ട് ആസ് പവർഫുൾ വെപ്പൺ? ഗാന്ധിജി ഒരു പവർഫുൾ വെപ്പൺ ആയിട്ടെടുത്തത്, അതായത് അദ്ദേഹം ഒരു മെയിൻ വെപ്പൺ ആയിട്ട്, ആയുധമായിട്ട് കണ്ടത് എന്തിനെയാണ്? നമ്മുടെ സോൾട്ടിനെയാണ്, ഉപ്പിനെയാണ് മെയിനായിട്ട് വെപ്പണായിട്ട് നമ്മുടെ ഗാന്ധിജി സെലക്ട് ചെയ്തത്. അതിൻ്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ റീസൺസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഗാന്ധിജി സോൾട്ട് തന്നെ സെലക്ട് ചെയ്തത്? നമുക്കൊന്ന് നോക്കിയാലോ. നോക്കാം. സോൾട്ട് ടാക്സ് കോൺസ്റ്റിറ്റ്യൂറ്റഡ് 2/5 ഓഫ് ദ ഇൻകം കളക്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ത്രൂ ടാക്സ്. എന്താണ്? ബ്രിട്ടീഷുകാർ കളക്ട് ചെയ്യുന്ന ടാക്സിൻ്റെ ഒരു 2/5 എന്താണ്? സോൾട്ട് എന്നാണ്. മനസ്സിലായോ? സോ അതുകൊണ്ട് മാത്രമാണ് ഗാന്ധിജി അതിനൊരു മെയിൻ വെപ്പൺ ആയിട്ട് എടുത്തത്. ദ നെക്സ്റ്റ് പറയുന്നത്, ദിസ് ടാക്സ് വാസ് എ ഹെവി ബേർഡൻ ഫോർ ദി പുവർ പീപ്പിൾ. ഈ സോൾട്ട് ടാക്സ് എന്ന് പറയുന്നത് ആർക്കൊരു ബേർഡൻ ആണ്? പൂവർ ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലേ, ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്ക് അതെന്താണ്? ഒരു മെയിൻ ബേർഡൻ ആണ്. സോ അതുകൊണ്ടും കൂടിയാണ് അദ്ദേഹം, നമ്മുടെ ഗാന്ധിജി, അതിനൊരു വെപ്പണായിട്ട് സെലക്ട് ചെയ്ത്. ദ നെക്സ്റ്റ് നോക്കുക. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ബാൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡിജീനിയസ് സോൾട്ട് പ്രൊഡക്ഷൻ. നമ്മുടെ ബ്രിട്ടീഷുകാർ എന്ത് ബാൻ ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെൻറ് സോൾട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്ന ചെറുകിട വ്യവസായികളെയൊക്കെ എന്ത് ചെയ്തു? ബാൻ ചെയ്തു. അപ്പോൾ അവർക്ക് എന്താണ്? അവർക്ക് വരുമാനം ഇല്ലാതായി. സോ there was 3-fold hike on salt price. എന്ത് ചെയ്തു? നമ്മുടെ സോൾട്ടിൽ ഒരു 3 ഇരട്ടി വില കൂട്ടി. സോൾട്ടിൻ്റെ റേറ്റ് എന്താണ്? ഒരു 3 ഇരട്ടി അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ കൂട്ടി. സോ ദിസ് ഫാക്ടേഴ്സ് ലീഡ് ടു ഗാന്ധിജി ടു സെലക്ട് ദ സോൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ. എന്താണ്? ഒരു പവർഫുൾ വെപ്പൺ ആയിട്ട് നമ്മുടെ ഗാന്ധിജി സോൾട്ട് തിരഞ്ഞെടുക്കാനുള്ള, സെലക്ട് ചെയ്യാനുള്ള റീസൺസ് ആണ് മിസ് ഈ പറഞ്ഞത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ ആ പോർഷൻ? Then move to the next question. What were the major decisions of Lahore session of Indian National Congress in 1929? 1929 നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ലാഹോർ സെഷനിൽ നടന്ന മേജർ ഡിസിഷൻസ്, ലാഹോർ സെഷൻ്റെ മേജർ ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് ചോദിക്കുന്നത്. ഒന്ന് നോക്കിയാലോ നമുക്ക് മേജർ ഡിസിഷൻസ് എന്തൊക്കെയായിരുന്നു എന്ന്. ദ സെഷൻ ഡിക്ലെയർഡ് ദാറ്റ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വാസ് ടു അറ്റൈൻ കംപ്ലീറ്റ് ഫ്രീഡം ഫോർ ദ കൺട്രി. എന്താണ് പറയുന്നത്? ഈ സെഷൻ എന്ത് പറഞ്ഞു? നമ്മുടെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൻ്റെ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന സ്ട്രഗിൾസിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം അല്ലെങ്കിൽ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് എന്തായിരിക്കണം? കംപ്ലീറ്റ് ഫ്രീഡം ഓർ പൂർണ്ണ സ്വരാജ്. കംപ്ലീറ്റ് നമ്മുടെ കൺട്രിക്ക് ഫ്രീഡം കിട്ടണം, സ്വാതന്ത്ര്യം കിട്ടണം. അതാണ് എന്ത്? ഈ നമ്മുടെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? Then next നോക്കുക. It also decided to start the civil disobedience movements under the leadership of മഹാത്മാ ഗാന്ധി. അടുത്തൊരു അവരുടെ ഡിസിഷൻ ആയിരുന്നു എന്ത്? ടു സ്റ്റാർട്ട് സിവിൽ ഡിസോബീഡിയൻസ്. സിവിൽ നിയമലംഘനം സ്റ്റാർട്ട് ചെയ്യണം. ആരുടെ കീഴിൽ? അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മഹാത്മാഗാന്ധി. നമ്മുടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ ഡിസോബീഡിയൻസ് സ്റ്റാർട്ട് ചെയ്യണം, നിയമം ലംഘിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യണം. ദെൻ ഇതാണ് നമ്മുടെ ലാഹോർ സെഷനിലെ മേജർ ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഇത് മറക്കാതെ പഠിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് മിസ് നേരത്തെ ചോദിച്ചതാണ്. നെയിം ദ ആക്ട് ദാറ്റ് ലെഡ് ടു ദ ജാലിയൻവാലാ ബാഗ് മസാക്കർ. വാട്ട് വാസ് ദ മേജർ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്? എന്താണ് ജാലിയൻവാലാ ബാഗിലേക്ക് ലീഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച മെയിൻ ആക്ട് ഏതാണെന്നാണ് ചോദിച്ചത്. മിസ് അത് നേരത്തെ പറഞ്ഞതാണ്, റൗലറ്റ് ആക്ട് ആണെന്ന്. ദെൻ റൗലറ്റ് ആക്ടിൽ കൂടെ എന്താണ് അവർക്ക് കിട്ടിയത്? ആസ് പെർ ദിസ് ആക്ട് എനി പേഴ്സൺ കുഡ് ബി അറസ്റ്റഡ് ആൻഡ് ഇംപ്രിസൺഡ് വിത്തൗട്ട് ട്രയൽ. എന്താണ്? ഒരു വിചാരണ പോലും കൂടാതെ, ഒരു രീതിയിലുള്ള വിചാരണ പോലും കൂടാതെ ഏതൊരാളെയും എന്ത് ചെയ്യാം? തടങ്കലിൽ വെക്കാനുള്ള ഒരു റൈറ്റ്. അതാണ് ഈ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ റൗലറ്റ് ആക്ട് എന്താണെന്നും റൗലറ്റ് ആക്ടിലൂടെ നമ്മൾ പോയത് എന്തിലേക്കാണ്? ഈ ജാലിയൻവാലാ ബാഗ് മസാക്കറിലേക്കാണ്. സോ അത് ഓർത്ത് വെക്കുക, കണക്ട് ചെയ്ത് പഠിക്കുക.
Then move to the next question. 2018 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറയുന്നത്? What were the methods of boycott adopted by the people of India as part of the non-cooperational movement? നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പീപ്പിൾസ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ബോയ്ക്കോട്ട് എന്താണ് ബഹിഷ്കരിക്കുന്ന മെത്തേഡ്സ് എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചത്. എന്തൊക്കെ അവർ ബഹിഷ്കരിച്ചു അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫാമേഴ്സ് ഇൻ അവധ് റെഫ്യൂസ്ഡ് ടു പേ ടാക്സസ്. അവധിൽ ഫാമേഴ്സ് എന്തിനു മടിച്ചു? ടാക്സ് പേ ചെയ്യാനായിട്ട് മടിച്ചല്ലേ. സോ അതാണ് ഫസ്റ്റ് ബോയ്ക്കോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വർക്കേഴ്സ് സ്ട്രൈക്ക് വർക്ക്. എന്ത് ചെയ്തു? വർക്കേഴ്സ് ജോലി എടുക്കാനായിട്ട് തൊഴിലാളികൾ ജോലി എടുക്കൽ നിർത്തിവെച്ചു. അതുപോലെ ലോയേഴ്സ് ബോയ്ക്കോട്ടഡ് കോർട്ട്സ്. എന്ത് ചെയ്തു? എന്താ ചെയ്തത്? വക്കീൽമാർ എന്ത് ബഹിഷ്കരിച്ചു? കോർട്ട് ബഹിഷ്കരിച്ചു അല്ലേ, കോടതികൾ ബഹിഷ്കരിച്ചു. ദെൻ സ്റ്റുഡൻസും ഉണ്ട് അവിടെ, നിങ്ങളെപ്പോലെ സ്റ്റുഡൻസും ഉണ്ട്. അവരെന്ത് ചെയ്തു? സ്റ്റുഡൻസ് ക്വിറ്റഡ് കോളേജസ് ആൻഡ് സ്കൂൾസ് റൺ ബൈ ദ ബ്രിട്ടീഷ്. പക്ഷെ ഇവരെന്താ ചെയ്തത്? ബ്രിട്ടീഷുകാർ റൺ ചെയ്യുന്ന സ്കൂൾസും അതുപോലെ തന്നെ കോളേജസും എന്ത് ചെയ്തു? ക്വിറ്റ് ചെയ്തു. സോ ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത് ബോയ്ക്കോട്ട് മെത്തേഡ്സിൽ വരുന്നത്. ക്ലിയർ ആയോ? സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ആ ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് മിസ് വിചാരിക്കുന്നു. എല്ലാം ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ? നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം അല്ലേ? നമുക്ക് ഒരുപാട് ടോപ്പിക്ക് നോക്കാനുണ്ട്. ചാപ്റ്റർ 7 ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള നമ്മുടെ ഇന്ത്യനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയാലോ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നതെന്ന് നോക്കാമല്ലേ? ഇതിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഒന്ന് നോക്കിയാലോ? നോക്കാം. First one, elucidate the role of Sardar Vallabhbhai Patel in the integration of princely states. എന്താണ് ഈ പ്രിൻസ്ലി സ്റ്റേറ്റിലെ നാട്ടുരാജ്യങ്ങളുടെ ഇൻ്റഗ്രേഷൻ സംയോജനത്തിൽ ആരുടെ റോളാണ് ചോദിക്കുന്നത്? 2023 കഴിഞ്ഞ ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ റോളാണ് ചോദിക്കുന്നത്. പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ ഇൻ്റഗ്രേഷൻ സംയോജനത്തിൽ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ റോളാണ് ചോദിക്കുന്നത്. ഒന്ന് നോക്കിയാൽ ആൻസർ എന്താണെന്ന്. The integration was really a Herculean task and Sardar Vallabhbhai Patel was the union minister entrusted with this മിഷൻ. എന്താണ് പറയുന്നത്? ഈ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണല്ലേ. അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു എന്ത് യൂണിയൻ മിനിസ്റ്റർ എന്ന് പറയുന്നത് ഈ മിഷൻ്റെ. ദെൻ ഹി അപ്പോയിൻറ്റഡ്, അദ്ദേഹം ആരെ അപ്പോയിൻ്റ് ചെയ്തു? ഹി അപ്പോയിൻറ്റഡ് VP മേനോൻ ആസ് സെക്രട്ടറി ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. നമ്മുടെ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്തു? VP മേനോനെ അപ്പോയിൻറ്റ് ചെയ്തു. Then Patel and VP Menon ഇവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്തു? പ്രിപ്പയർഡ് ആൻ ഇൻസ്ട്രുമെൻറ്റ്, ഒരു ഇൻസ്ട്രുമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇൻസ്ട്രുമെൻറ്റ് ഓഫ് അസഷൻ വിച്ച് സ്റ്റിപ്പുലേറ്റഡ് ദാറ്റ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഹാഡ് ടു ട്രാൻസ്ഫർ ദെയർ കൺട്രോൾ ഓവർ ഡിഫെൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടു ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ആർക്ക്? ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ഫർ കൺട്രോൾ ഓവർ ഡിഫെൻസിൻ്റെ മേളിലുള്ള കൺട്രോള്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ഇതിലൊക്കെ ഉള്ള ഒരു റൈറ്റ് ആർക്ക് മാറ്റുക? ആർക്ക് കൊടുക്കണം? ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ ആര് സ്റ്റാർട്ട് ചെയ്തു? നമ്മുടെ പട്ടേലും VP മേനോനും കൂടി സ്റ്റാർട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഫോളോയിങ് ദ ഡിപ്ലോമസി ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് പോപ്പുലർ protest, majority of the princely states signed the instrument of accession and joined Indian Union. ഇവിടെ എന്താണ് പറയുന്നത്? നമ്മൾ മുകളിൽ പറഞ്ഞത് പ്രകാരം ഒരുപാട് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ത് ചെയ്തു? ഈ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷനിൽ ജോയിൻ ചെയ്തു, സൈൻ ചെയ്തു. അവർ നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്തു. പക്ഷേ ബട്ട് സം സ്റ്റേറ്റ്സ് സച്ച് ആസ് ഹൈദരാബാദ്, കാശ്മീർ ആൻഡ് ജുനഗഡ് റിസൻറ്റ്. എന്താണ് പറയുന്നത്? നമ്മുടെ ഹൈദരാബാദും അതുപോലെ തന്നെ ജുനഗറും കാശ്മീരും എന്ത് ചെയ്തു? അവർ they didn't get ready to sign. അവരെന്താണ് ഇതിൽ സൈൻ ചെയ്യാനായിട്ട് റെഡി ആയില്ല. ഫൈനലി they were also integrated into the Indian Union through military intervention. പക്ഷെ അവർ മാത്രം അങ്ങനെ മാറി നിന്നാൽ പറ്റുമോ? ഇല്ല അല്ലേ. അവരെയും കൂടി നമുക്ക് നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യിപ്പിക്കണം, സൈൻ ചെയ്യിപ്പിക്കണം. അതിനെന്ത് യൂസ് ചെയ്തു?
ദേ യൂസ്ഡ് മിലിറ്ററി ഇൻ്റർവെൻഷൻസിലൂടെ അവരെ കൂടി നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. സോ ഇതാണ് നമ്മുടെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ റോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ദെൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. 6 മാർക്കിന് 2023 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ കുറച്ച് അച്ചീവ്മെൻറ്റ്സ്, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ നേടിയിട്ടുള്ള കുറച്ച് നേട്ടങ്ങളെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇൻ ദ ഫോളോയിങ് ഫീൽഡ്, കുറച്ച് ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഫീൽഡിൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ കിട്ടി, അതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഹിൻഡ് എന്ന് പറയുന്നത് എക്കണോമിക് സെക്ടർ, സ്പേസ് റിസർച്ച്. ഈ 2 ഫീൽഡിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ എഴുതേണ്ടത്. സോ നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാം പ്രോഗ്രസ് ഇൻ എക്കണോമിക് സെക്ടർ. എക്കണോമിക് സെക്ടറിലെ പ്രോഗ്രസ് എന്താണ്? ഫസ്റ്റ് ഇവിടെ പറയുന്നത് മിക്സഡ് എക്കണോമിയാണ്. എന്താണ് മിക്സഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. ഇന്ത്യ അഡോപ്റ്റഡ് മിക്സഡ് എക്കണോമി വിച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് സോഷ്യലിസ്റ്റ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം. നമുക്കറിയാം അല്ലേ, സോഷ്യലിസ്റ്റ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ഉണ്ടെന്ന്. സോ ഇത് രണ്ടിൻ്റെ മിക്സിങ്, 2 പേരുടെയും കൂടി എക്കണോമി, അതായത് 2 കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് എന്ത് മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. സോ 2 പേരും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു എക്കണോമിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഫോക്കസ്ഡ് ഓൺ പബ്ലിക് സെക്ടർ. ഈ മിക്സഡ് എക്കണോമി ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്? പബ്ലിക് സെക്ടറിനെയാണ്, അതായത് പബ്ലിക്കിനെയാണ് അത് എയിം ചെയ്യുന്നത്. Then the Planning Commission of India was formed under the chairman of Nehru in 1950. 1950 നമ്മുടെ നെഹ്റുവിൻ്റെ ചെയർമാൻ, അതായത് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തു? പ്ലാനിങ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, ആസൂത്രണ കമ്മീഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ആസൂത്രണ കമ്മീഷൻ ഒരുപാട് ഐഡിയാസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് എന്ത് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഈ പ്ലാനിങ് കമ്മീഷൻ്റെ ഒരു ഐഡിയയിൽ ഒരെണ്ണമാണ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. എന്താണ് പഞ്ചവത്സര പദ്ധതി എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അഡോപ്റ്റഡ് 5 ഇയർ പ്ലാൻ ഫോർ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് സ്റ്റാർട്ടഡ് ഇൻ 1951. 1951 എന്ത് വരുന്നത്? 5 ഇയർ പ്ലാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ ദി എക്കണോമിക് ഗ്രോത്ത്. നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയാണ് 5 ഇയർ പ്ലാൻ കൊണ്ടുവന്നത്. ദെൻ സെറ്റപ്പ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി. എന്ത് ചെയ്യുന്നു? നമ്മുടെ കൺട്രിയുടെ വേരിയസ് പാർട്സിൽ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തു? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്. Then it also helped to eradicate poverty, improvement in agriculture and industrial structure. എന്താണ് ഇത് വന്നതോടുകൂടി എന്ത് പറ്റി? നമുക്ക് പോവർട്ടി ഇല്ലാതാക്കാനും അതുപോലെ അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രിയൽ സെക്ടറിലും ഒക്കെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ 5 ഇയർ പ്ലാനിലൂടെ സാധിച്ചു. Then improve education and health and generate new energy sources. വേറെ എന്തുകൂടി നമുക്ക് സാധിച്ചു? നമ്മുടെ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ ന്യൂ എനർജി സോഴ്സസ് ജനറേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈ 5 ഇയർ പ്ലാനിലൂടെ സാധിച്ചു. ക്ലിയർ ആയോ പറഞ്ഞത്? സോ ഇതാണ് നമ്മുടെ 5 ഇയർ പ്ലാനിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് അച്ചീവ്മെൻറ്റ് ഇൻ സ്പേസ്. നേരത്തെ നമ്മൾ പറഞ്ഞത് എക്കണോമിക് സെക്ടറിലുള്ള നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ആണ്. ഇനി സ്പേസിൽ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ആണ് പറയുന്നത്. ഈ 1962 Nehru, with the technical advice of Vikram Sarabhai, formed the Indian National Committee for Space Research. എന്താണ് പറയുന്നത്? നെഹ്റു 1962 ആരുടെ ടെക്നിക്കൽ അഡ്വൈസ് വെച്ചിട്ടാ? വിക്രം സാരാഭായിയുടെ ടെക്നിക്കൽ അഡ്വൈസ് വെച്ചിട്ട് എന്ത് ഫോം ചെയ്തു? ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. സ്പേസ് റിസർച്ചിന് വേണ്ട ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോം ചെയ്തു. അതിൻ്റെ ഷോർട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. Then in 1969, Indian Space Research Organization was established to lead space research. Space research lead ചെയ്യാനായിട്ട് in 1969 നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തു? ISRO, Indian Space Research Organization, ISRO സ്റ്റാർട്ട് ചെയ്തു. Then the first rocket launching station in India was established in Tumba near Trivandrum. എന്താണ് പറയുന്നത്? നമ്മുടെ ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? ട്രിവാൻഡ്രത്ത് തുമ്പയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഫസ്റ്റ് സാറ്റലൈറ്റ് ആര്യഭട്ട വാസ് സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് ഇൻ 1975. എന്താണ് നമ്മുടെ ഫസ്റ്റ് സാറ്റലൈറ്റ്? എന്താണ് പറയുന്നത്? ആര്യഭട്ട നമ്മൾ സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്തത് 1975.
ദെൻ പിന്നെയും നമുക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. എന്താണ്? ഇൻ അഡീഷൻ ടു സാറ്റലൈറ്റിന് പുറമേ സ്പേസ് വെഹിക്കിൾസ് ആൻഡ് റോക്കറ്റ് ലോഞ്ചേഴ്സ് വെയർ ഓൾസോ ഡെവലപ്ഡ്. സാറ്റലൈറ്റ് മാത്രമല്ല, സ്പേസ് വെഹിക്കിൾസും റോക്കറ്റ്സും നമ്മൾ ലോഞ്ച് ചെയ്തു. ദെൻ വിത്ത് ദ ന്യൂ സ്പേസ് മിഷൻ സച്ച് എസ് ചന്ദ്രയാൻ ആൻഡ് മംഗൾയാൻ, ഇന്ത്യ ഹാസ് എൻറ്റേർഡ് എ ന്യൂ എറ ഇൻ സ്പേസ് എക്സ്പ്ലോറേഷൻ. നമ്മുടെ സ്പേസിൽ ഒരുപാട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ് അല്ലെങ്കിൽ അച്ചീവ്മെൻ്റ് ആയിരുന്നു നമുക്ക് ഈ ചന്ദ്രയാനും അതുപോലെ തന്നെ മംഗൾയാനും പറയുന്നത്. ക്ലിയർ ആയോ? സോ ഇതാണ് നമ്മുടെ സ്പേസിൽ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താണ് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു. ദെൻ അതുപോലെ തന്നെ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തു? ISRO സ്റ്റാർട്ട് ചെയ്തു. ദെൻ സാറ്റലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ നമ്മൾ സാറ്റലൈറ്റിന് പുറമെ സ്പേസ് വെഹിക്കിൾസും റോക്കറ്റിൻ്റെയും കാര്യം പറഞ്ഞു. അതുപോലെ നമ്മുടെ സ്പേസിൽ വന്നിട്ടുള്ള ന്യൂ ആയിട്ടുള്ള ചന്ദ്രയാനെ കുറിച്ചിട്ടും പറഞ്ഞു. സോ ഇതാണ് നമുക്ക് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഈ പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആണോ? എന്നാൽ മിസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. ഓക്കെ. Write the names of any 2 education commissions appointed by Government of India after independence. എന്താണ് പറയുന്നത്? സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം, ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മുടെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും 2 എഡ്യൂക്കേഷണൽ കമ്മീഷൻ്റെ പേര് പറയാനാണ്. ഈ കമ്മീഷൻ്റെ പേരും അതുപോലെ തന്നെ അവരുടെ വർക്കും ഡീറ്റെയിൽ ആയിട്ട് അവരെന്താണ് എയിം ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ടെക്സ്റ്റിൽ പഠിക്കാറുണ്ട്. സോ ഇതിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഏജൻസി പേരെഴുതാനാണ്, കമ്മീഷൻ്റെ പേരെഴുതാൻ. ഏതാണ് മിസ്? ഇവിടെ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 3 എണ്ണമാണ് ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത്. ഏതാണ്? രാധാകൃഷ്ണൻ കമ്മിറ്റി 1948, ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952, ദെൻ കോത്താരി കമ്മീഷൻ 1964. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഈ കോത്താരി കമ്മീഷൻ ഒന്ന് പഠിച്ചിരിക്കണം. എന്ന് വെച്ചാൽ മറ്റേത് പഠിക്കേണ്ടെന്നല്ല, പക്ഷെ മെയിനായിട്ട് ഒരു കോത്താരി കമ്മീഷൻ പഠിച്ചിരിക്കുക. സോ അതിൻ്റെ ഇയർ കൂടി നോട്ട് ചെയ്ത് വെക്കുക. 1948, 1952, 1964. So these are the 3 educational commissions. Then ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഇൻ ദി പഞ്ചശീൽ. പഞ്ചശീലിലെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ്. എന്താണ് പഞ്ചശീൽ എന്ന് പറയുന്നത്? പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് ആർ ദ എഗ്രിമെന്റ് സൈൻഡ് ബൈ ഇന്ത്യ ആൻഡ് ചൈന ഇൻ 1954. 1954 ചൈനയുമായിട്ടുണ്ടായ അതിർത്തി തർക്കത്തെ തുടർന്ന് നമ്മൾ ചെയ്തതാണ്, നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രിൻസിപ്പിൾസ് ആണ് ഇത് പഞ്ചശീൽ എന്ന് പറയുന്നത്. സോ അതിൽ പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. പഞ്ചശീൽ എന്ന് പറയുന്നത് ചൈനയുമായിട്ട് നമ്മൾ തർക്കം തുടങ്ങിയ സമയത്ത് വെച്ച കരാറാണ്. ദെൻ അതിലെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി. എന്താണ് പറയുന്നത്? ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം അല്ലേ, പരസ്പരം പരമാധികാരം, അതുപോലെ തന്നെ ഒരു ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിക്ക് നമ്മൾ എന്തൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മ്യൂച്വൽ റെസ്പെക്റ്റ്, പരസ്പരം മറ്റ് രാജ്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു റെസ്പെക്റ്റ് കൊടുക്കുക. ദെൻ മ്യൂച്വൽ നോൺ ഇൻ്റർഫെറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇൻറ്റേർണൽ അഫേഴ്സ്. എന്ത് ചെയ്യുക? ഇൻറ്റേർണൽ അഫേഴ്സിലൊന്നും നമ്മൾ ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക, നമ്മൾ കൈകടത്താതിരിക്കുക. അപ്പം എന്താണ്? അവരവർക്ക് അവരവരുടെ സ്പേസ് കൊടുക്കുക. ദെൻ ഇക്വാളിറ്റി ആൻഡ് കോപ്പറേഷൻ ഫോർ മ്യൂച്വൽ ബെനഫിറ്റ്. എന്താണ് പറയുന്നത്? ഒരു പരസ്പരം ഒരു മ്യൂച്വൽ ബെനഫിറ്റ്, നേട്ടത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇക്വാളിറ്റിയും കോപ്പറേഷനും കൊണ്ടുവരിക, സഹകരണം അതുപോലെ തന്നെ തുല്യതയൊക്കെ കൊണ്ടുവരിക. ക്ലിയർ ആയോ പറഞ്ഞത്? ദെൻ നെക്സ്റ്റ് പറയുന്നത് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം, ഒരു കോ എക്സിസ്റ്റൻസ്, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കോ എക്സിസ്റ്റൻസ് കൊണ്ടുവരാം. സോ ഇതൊക്കെയാണ് നമ്മുടെ പഞ്ചശീലിലെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് നമ്മുടെ പഞ്ചശീലിലെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് പറയുന്നത് റൈറ്റ് ഇനി 2 റെക്കമെൻഡേഷൻസ് ഓഫ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. മിസ് മേളിൽ പറഞ്ഞതാണ് കോത്താരി കമ്മീഷൻ പഠിക്കണം എന്ന്. കമ്മീഷൻ ഫോർ ദ പ്രോഗ്രസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ. എന്താണ് പറയുന്നത്? നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേഷന് വേണ്ടി വന്ന കമ്മീഷൻസ് ആണത്. സോ അതിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടിയുള്ള ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ്, ശുപാർശകൾ എന്തൊക്കെയായിരുന്നു, എന്തൊക്കെയാണ് ആ കമ്മീഷൻ്റെ എയിംസ് അല്ലെങ്കിൽ അവരുടെ എന്തിനു വേണ്ടിയാണോ ആ കമ്മീഷൻ കൊണ്ടുവന്നതെന്നുള്ളതാണ് പറയുന്നത്. ഇംപ്ലിമെൻറ്റഡ്
10 + 2 + 3 പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 10 നമ്മൾ 1 to 10 വരെയുള്ള ക്ലാസ്, ദെൻ 2 എന്ന് പറയുന്നത് നമ്മുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ദെൻ 3 എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ അല്ലെ നമ്മുടെ ഡിഗ്രി ഒക്കെ വരുന്നത്. സോ 10 + 2 + 3 എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ പാറ്റേൺ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ദെൻ സ്റ്റാർട്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അറ്റ് സെക്കൻഡറി ലെവൽ. സെക്കൻഡറി ലെവലിൽ എന്താ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. എന്താണ് പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു തൊഴിൽ കൂടി പഠിച്ചിരിക്കണം. സോ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൂടി നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യണം. ദെൻ ദ തേർഡ് റെക്കമെൻഡേഷൻ ഈസ് ഫോക്കസ് ഓൺ മോറൽ എഡ്യൂക്കേഷൻ. മോറലായിട്ട് വാല്യൂ അധിഷ്ഠിത വിദ്യാഭ്യാസം കൂടി നമ്മൾ ഫോക്കസ് ചെയ്യണം. സോ ദീസ് ആർ ദ 3 റെക്കമെൻഡേഷൻസ് ഓഫ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷൻ്റെ 3 റെക്കമെൻഡേഷൻസ് ആണിത്. സിമ്പിൾ അല്ലേ? ഇത് പഠിക്കാൻ ഭയങ്കര സിമ്പിൾ അല്ലേ? കാരണം നമുക്കറിയാവുന്നതാണ്, നമ്മളിപ്പോൾ പഠിച്ചു പോകുന്നതും ഈ സെയിം പാറ്റേണിലാണല്ലേ. 10 വരെ പഠിക്കുക, ദെൻ +1 +2 ദെൻ ഡിഗ്രി അല്ലേ. ദെൻ അത് കഴിഞ്ഞതിന് ഇപ്പം നമുക്കറിയാം +1 +2 വൊക്കേഷണൽ ഉണ്ടെന്ന് അറിയാം. ദെൻ അതുപോലെ തന്നെ മോറൽ എഡ്യൂക്കേഷനും കൂടി ഫോക്കസ് ചെയ്യുക. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. Then explain the circumstances for choosing language as the criterion for the reorganization of states in Independence India. Independence India നമ്മുടെ സ്റ്റേറ്റിനെ റീഓർഗനൈസ് ചെയ്യുന്നതിൽ ലാംഗ്വേജ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്. നിങ്ങൾ അതൊന്ന് പഠിക്കുക. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ ആ ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. ദെൻ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. നെക്സ്റ്റ് ചാപ്റ്ററാണ് നമ്മുടെ ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. എന്തായിരിക്കും നമ്മുടെ രാഷ്ട്രം, അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രതന്ത്രത്തെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. സോ നമുക്കൊന്ന് നോക്കിയാലോ, എന്താണ് ഈ ചാപ്റ്ററിൽ പറയണതെന്ന് നോക്കാം അല്ലേ. വേഗം നോക്കാം. മിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നോക്കാം. വാട്ട് ഈസ് സിറ്റിസൺഷിപ്പ്? എന്താണ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരത്വം എന്നാണല്ലേ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. എന്താണ് അപ്പം സിറ്റിസൺഷിപ്പ്? ആൻഡ് മെൻഷൻ ദ 2 ടൈപ്സ് ഓഫ് സിറ്റിസൺഷിപ്പ്. എന്താണ് സിറ്റിസൺഷിപ്പിൻ്റെ 2 ടൈപ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലേ. സോ അത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. 2019-ലും 2023-ലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. എന്തായിരിക്കും സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ. ഇറ്റ് ഈസ് ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഇൻ എ നേഷൻ. എന്താണ് നമ്മുടെ ഒരു രാഷ്ട്രത്ത്, നമ്മുടെ രാഷ്ട്രം എന്ന് മാത്രമല്ല ഒരു രാഷ്ട്രത്ത് നേഷനിൽ എന്ത് ചെയ്യുക, ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ്. എന്താണ് ഹാഫ് അല്ല, തുല്യമായിട്ടുള്ള അതുപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് നമുക്ക് കിട്ടണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സിറ്റിസൺഷിപ്പ് എന്ന് പറയാം. ക്ലിയർ ആയോ പറഞ്ഞത്? സോ ഇനി സിറ്റിസൺഷിപ്പ് നമുക്ക് പറഞ്ഞു 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. അതിൽ ഫസ്റ്റ് വൺ ആണ് നാച്ചുറൽ സിറ്റിസൺഷിപ്പ്. എന്തായിരിക്കും നാച്ചുറൽ സിറ്റിസൺഷിപ്പ്? ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, നാച്ചുറൽ സിറ്റിസൺഷിപ്പ്. നമുക്ക് നാച്ചുറലി കിട്ടുന്നതാണല്ലേ, നമ്മളായിട്ടൊന്നും ചെയ്തിട്ട് കിട്ടുന്നതല്ല. നോക്കാം, ബൈ ബർത്ത് ആണത്. സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് ഈസ് നാച്ചുറൽ സിറ്റിസൺഷിപ്പ്. ജനനത്തിലൂടെ തന്നെ നമുക്ക് കിട്ടുന്ന സിറ്റിസൺഷിപ്പ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ എവിടെയാണോ ജനിച്ച് വളരുന്നത് നമുക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടും. സോ ദാറ്റ് ഈസ് കോൾഡ് എ നാച്ചുറൽ സിറ്റിസൺഷിപ്പ്. ക്ലിയർ ആണല്ലോ. സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത്, ഇത് ഓർത്തിരുന്നാൽ മാത്രം മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണാണ് അക്വയർഡ് സിറ്റിസൺഷിപ്പ്. അക്വയർഡ് സിറ്റിസൺഷിപ്പിൽ എന്താണ് പറയുന്നത്? വെൻ എ പേഴ്സൺ അക്വയർസ് സിറ്റിസൺഷിപ്പ് on the basis of the legal procedure of a nation, it is acquired citizenship. എന്താണ് പറയുന്നത്? when a person acquires citizenship on the basis of the legal procedure of a nation. ഒരു രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നേഷൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സ്, അവിടുത്തെ ലീഗൽ ഓരോ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും സിറ്റിസൺഷിപ്പ് കിട്ടാനല്ലേ, നമുക്കറിയാം. സോ നമ്മൾ വേറെ കൺട്രീസിലൊക്കെ പോയിട്ട് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കുന്നവരൊക്കെ ഉണ്ട്. സോ അവിടുത്തെ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ അവിടുത്തെ കുറച്ച് റൂൾസ് ഉണ്ടാകും, അത് ഫോളോ അപ്പ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന സിറ്റിസൺഷിപ്പാണ് അക്വയർഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ ഈ ടോപ്പിക്ക്? ക്ലിയർ ആയോ? ഓക്കെ, സോ സിറ്റിസൺഷിപ്പ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ 2 ടൈപ്സ് നമ്മൾ പഠിച്ചല്ലേ. ഇതൊരു 3 മാർക്സിനോ 2 മാർക്സിന് ചോദിക്കാനുള്ള ചാൻസ് ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2022-ലും 2023-ലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? വാട്ട് ആർ ദ ഒബ്ലിഗേറ്ററി ആൻഡ് ഡിസ്ക്രിഷണറി ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റ്? അപ്പോൾ നമുക്ക് മനസ്സിലായി സ്റ്റേറ്റിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത് അല്ലേ. സ്റ്റേറ്റിൻ്റെ 2 ഫങ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് നോക്കാം, ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ്. എന്താണ് ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ്? എന്തായിരിക്കും? ഫങ്ഷൻസ് വിച്ച് ഹാവ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ബൈ ദ സ്റ്റേറ്റ് അറ്റ് ഓൾ ടൈംസ് അറ്റ് എനി കോസ്റ്റ് ആർ സെഡ് ടു ബി ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ്. എന്താ ഒബ്ലിഗേറ്ററി
ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എനി കോസ്റ്റ് എന്തൊക്കെ വന്നാലും നമ്മുടെ രാഷ്ട്രം ചെയ്തിരിക്കണം, ചെയ്തേ പറ്റുള്ളൂ എന്ന് നമ്മൾ പറയുന്ന റൈറ്റ്സ്, അതാണ് ഇവിടെ പറയുന്നത്. ഫങ്ഷൻസ് ദാറ്റ് which have to be implemented by the state ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം, കമ്പൽസറി ആയിട്ട് ചെയ്തിരിക്കണം അറ്റ് എനി കോസ്റ്റ്, എന്തൊക്കെ വന്നാലും നമ്മുടെ സ്റ്റേറ്റ് ചെയ്യേണ്ട ഫങ്ഷൻസ്, അതിനെയാണ് നമ്മൾ ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് എന്ന് പറയുക. അതെന്തൊക്കെയായിരിക്കും? പ്രൊട്ടക്ഷൻ ഓഫ് ബൗണ്ടറി, ദെൻ മെയിൻറ്റെയിൻ ഇൻറ്റേർണൽ പീസ്, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, അതൊക്കെ എന്താണ് നമ്മുടെ സ്റ്റേറ്റ് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട റൈറ്റ്സ് ആണ്. ഓക്കെ അല്ലേ? സോ ഇതാണ് എക്സാമ്പിൾസ് വെച്ച് പഠിക്കുക. ദെൻ സെക്കൻഡ് വൺ ആണ് ഡിസ്ക്രിഷണറി ഫങ്ഷൻസ്. ഡിസ്ക്രിഷണറി ഫങ്ഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? Discretionary functions are those which have to be implemented as per the economic conditions of the state. എന്തിനെ ബേസ് ചെയ്തിട്ടാ? ഇതും നമ്മുടെ സ്റ്റേറ്റ് ചെയ്യേണ്ട ഫങ്ഷൻസ് ആണ്. പക്ഷേ എന്താണ്, നമ്മുടെ സ്റ്റേറ്റ് ചെയ്യേണ്ട ഫങ്ഷൻസ് ആണെങ്കിൽ കൂടിയും എന്തിൻ്റെ ബേസിസിലാണ് നമ്മുടെ സ്റ്റേറ്റ് ഇത് ചെയ്യേണ്ടത്? എക്കണോമിക് കണ്ടീഷൻ, നമ്മുടെ സ്റ്റേറ്റിൻ്റെ സാമ്പത്തിക കണ്ടീഷൻസ്, സാമ്പത്തിക സ്ഥിതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റേറ്റ് ചെയ്യേണ്ട ഫങ്ഷൻസ് ആണ് ഏത്? ഡിസ്ക്രിഷണറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ അതിൽ വരുന്നത് എന്താണ്? ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഫങ്ഷൻസ് ലൈക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ എക്സെട്ര വിൽ പ്രൊവൈഡ് ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് ഫോർ ദ പീപ്പിൾ. എന്താണ്? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലേ, നമ്മുടെ ഹോംസ്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റൽസിലൊക്കെ എന്താണ്, ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലാണെങ്കിൽ, ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസൊക്കെ ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആയി. പണ്ടൊക്കെ ആണെങ്കിൽ എന്താ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല, നമുക്ക് ലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ടായിരുന്നുള്ളൂ. സോ അതൊക്കെ എന്തിലാണ് വരുന്നത്? നമ്മുടെ ഡിസ്ക്രിഷണറി ഫങ്ഷൻസിലാണ് വരുന്നത്. സോ നമ്മുടെ സ്റ്റേറ്റിൻ്റെ എക്കണോമിക് കണ്ടീഷൻ നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഇതിൽ ഗവൺമെൻറ്റിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതാണ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ അടുത്ത ഫങ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആ പോർഷൻ ക്ലിയർ ആയോ പറഞ്ഞത്? Then let's move to the next question. List out the two major dimensions of sovereignty. എന്താണ്? നമ്മുടെ പരമാധികാരത്തിന് രണ്ട് ഡയമെൻഷൻസ് ഉണ്ട്, രണ്ട് തലങ്ങളുണ്ട് നമ്മുടെ പരമാധികാരത്തിന്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്റേണൽ ഡയമെൻഷനും എക്സ്റ്റേണൽ ഡയമെൻഷനും. ഇന്റേണൽ ഉള്ളതും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. നോക്കാം. ഇന്റേണൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദ റൈറ്റ് ടു ടേക്ക് ഡിസിഷൻസ് ഓൺ ഓൾ മാറ്റേഴ്സ് വിച്ച് കം വിത്ത് ഇറ്റ്സ് ടെറിട്ടറി. നമ്മൾ ചെയ്യാറില്ലേ, നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫാമിലിയുടെ അകത്ത് തന്നെ തീർക്കും അല്ലേ. അതൊരു എക്സാമ്പിൾ മിസ് പറഞ്ഞതാണ്. സോ അതാണ് ഈ ഇന്റേണൽ ഡയമെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ടെറിട്ടറിയുടെ അകത്ത് തന്നെയുള്ള എല്ലാ മാറ്റേഴ്സും എല്ലാ പ്രോബ്ലംസിനും ഡിസിഷൻസ് എടുക്കുന്ന റൈറ്റാണ് ഇത് ഇന്റേണൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ക്ലിയർ അല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? ദ റൈറ്റ് ടു ടേക്ക് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻസ് ഓൺ ഇൻ്റർനാഷണൽ ഇഷ്യൂസ്. എന്താണ് പറയുന്നത്? ഇൻ്റർനാഷണൽ ഇഷ്യൂസിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന റൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ ഡയമെൻഷൻ എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ സോവറൈനിറ്റിയുടെ രണ്ട് ഡയമെൻഷൻസ് ഇൻറ്റേർണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. ഇൻറ്റേർണൽ ആണെങ്കിൽ റൈറ്റ് ടു ടേക്ക് ഡിസിഷൻസ് in all matters which come within its territory. External ആണെങ്കിൽ the right to take decisions, independent decisions on the international matters. Clear ആയല്ലോ? So next question, mention the responsibilities of government. ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? നമ്മുടെ ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റി ഇല്ല. അതപ്പോൾ നമുക്ക് വേഗം എഴുതാൻ പറ്റും. എന്തൊക്കെയാണ് നമ്മുടെ ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റി? മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനമൊക്കെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ ഇൻക്രീസ് ചെയ്യുക. ഇംപ്ലിമെൻറ്റ് ഡെവലപ്മെൻറ്റൽ പ്രോജക്റ്റ്, വികസന പ്രൊജക്റ്റുകളൊക്കെ കൊണ്ടുവരിക. ഗവൺമെൻറ് മേക്സ് ആൻഡ് എക്സിക്യൂട്ടീവ് ലോ ആൻഡ് എൻഷുവേഴ്സ് ജസ്റ്റിസ് ടു ദ പീപ്പിൾ. എന്താണ് ഗവൺമെൻറ് എന്ത് മേക്ക് ചെയ്യുക? മേക്ക് ആൻഡ് എക്സിക്യൂട്ടീവ് ലോയൊക്കെ ഉണ്ടാക്കുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുക. ദെൻ ആളുകളുടെ ജസ്റ്റിസ്, നീതി ഉറപ്പാക്കുക. Then it ensures security and makes available different services to the people. Peoplesന് എന്താണ്? ഡിഫറെൻറ്റ് സർവീസസും സെക്യൂരിറ്റിയൊക്കെ അവൈലബിൾ ആണോ അല്ലെങ്കിൽ അതൊക്കെ മേക്ക് ഷുവർ ചെയ്യുക. സോ ദിസ് ഈസ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അവർ ഗവൺമെൻറ്. നമുക്കറിയാമല്ലോ, നമുക്ക് സിമ്പിളായിരിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റൂല. സോ ഇതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. Then next നോക്കുക, ലിസ്റ്റ് ഔട്ട് ദ ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ സ്റ്റഡിയുടെ ബ്രാഞ്ചസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാ? പൊളിറ്റിക്കൽ തിയറീസ്,
പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ സ്റ്റഡിയുടെ ബ്രാഞ്ചസ് ഏതൊക്കെ ബ്രാഞ്ചാണെന്നുള്ളതാണ്. ഇത് പൊളിറ്റിക്കൽ തിയറീസ് ഉണ്ടാകും, അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ഇന്റർനാഷണൽ പോളിസീസും അതുപോലെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സും ഉണ്ടാവും. സോ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ തിയറീസ് റിഗാർഡിംഗ് ദ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് ഫ്രം ദ ഗിവൺ ഹിൻസ്. ഇവിടെ തന്നിരിക്കുന്ന ഹിൻസ് വെച്ചിട്ട് അതിന് എന്തായിരിക്കും അതിൽ പറയുക, നമ്മുടെ ഒറിജിൻ ഓഫ് സ്റ്റേറ്റിനെ കുറിച്ചിട്ടുള്ള തിയറീസ് ആയിരിക്കും വരിക. ആൻസർ ആയിട്ട് വരുന്നത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒറിജിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ കോൺസെപ്റ്റ് കേൾക്കുമ്പോൾ ഒരു ഹിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ ഹിൻ്റ് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകണം, ആ തിയറി ഏതാണെന്ന് മനസ്സിലാവണം അല്ലേ. സോ ഇതിൽ നമുക്ക് മനസ്സിലായി നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒറിജിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ പറയുക അല്ലേ. സോ നമുക്ക് നോക്കാം അല്ലേ, എന്താണെന്ന് നോക്കാം. ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പവർ ബൈ ദ സ്ട്രോങ് ഓവർ ദ വീക്ക്. എന്താണ് പറയുന്നത് ഇവിടെ? പറയുന്ന പവർ എന്താണ്? വീക്കായിട്ട് ആൾക്കാരുടെ മുകളിൽ ആര് പവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു? സ്ട്രോങ് ആയിട്ടുള്ളവർ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? പവർ തിയറി എന്ന് പറയും. ക്ലിയർ ആയോ? വീക്കായിട്ടുള്ള ആൾക്കാരുടെ മുകളിൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദ നെക്സ്റ്റ് വൺ, ദ റിസൾട്ട് ഓഫ് എ കോൺട്രാക്ട് ബൈ ദ പീപ്പിൾ. പീപ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഈ പീപ്പിൾസ് കൊണ്ടുവന്ന ഒരു കോൺട്രാക്റ്റ് ആണ് അവിടെ പറയുന്നത്. അതാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറയുന്നത്. പീപ്പിൾസ് കൊണ്ടുവന്നിട്ടുള്ള തിയറിയാണ്, സ്റ്റേറ്റിൻ്റെ ഒറിജിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണത്. ദ നെക്സ്റ്റ് വൺ, ഫോംഡ് ബൈ സോഷ്യൽ റെവല്യൂഷൻ. സോഷ്യൽ പരിണാമം, അതായത് സാമൂഹ്യ പരിണാമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറിയാണ്. അത് പഠിക്കാൻ എളുപ്പമാണ്. എന്താണ് ഈ എവല്യൂഷൻ ഓർത്തിരിക്കുക, അതിൻ്റെ കൂടെ ഒരു തിയറി ആഡ് ചെയ്യുക. മനസ്സിലായോ? എവല്യൂഷൻ തിയറി. ദെൻ സ്റ്റേറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരുടെ ക്രിയേഷനാണ്? ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഗോഡിൻ്റെ ക്രിയേഷൻ ആണെന്ന് പറയുന്ന തിയറി ഏതാ? ഡിവൈൻ റൈറ്റ് തിയറി. മറന്നു പോകരുത്. സ്റ്റേറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് തിയറിയാണ്. ഏത്? ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറയുന്നത്. സോ ഇത് 4 തിയറീസും ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി ഒറിജിൻ ഓഫ് ദി സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒറിജിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തിയറീസാണ്. ക്ലിയർ ആയോ എല്ലാവർക്കും ഇത്? മിസ് നെക്സ്റ്റ് പറയട്ടെ. സോ എക്സ്പ്ലെയിൻ ബേസിക് ഫാക്ടേഴ്സ് ഓഫ് സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അതാണ് ചോദിക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ ബേസിക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതിൽ പഠിക്കേണ്ടതാണ് പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെൻറ് ആൻഡ് സോവറൈനിറ്റി. ഇവിടെ വയ്യാണ് സോവറൈനിറ്റി. ക്ലിയർ ആയോ? നമ്മുടെ സ്റ്റേറ്റിൻ്റെ ബേസിക് ഫാക്ടേഴ്സ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവണം? ഫസ്റ്റ് അവിടെ എന്തുണ്ടാവണം? രാഷ്ട്രം എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വേണം? പീപ്പിൾസ് വേണം അല്ലേ. സോ ദ ഫസ്റ്റ് ഫാക്ടർ ഇസ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ ആണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. പോപ്പുലേഷൻ ഈസ് ആൻ ഇൻഡിസ്പെൻസിബിൾ ഫാക്ടർ ഇൻ ദ ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ്. എന്താണ്? സ്റ്റേറ്റിൻ്റെ ഫോർമേഷനിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഫാക്ടറാണ് ഇത്, ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ദെൻ ദ മാക്സിമം ആൻഡ് ദ മിനിമം നമ്പർ ഓഫ് പീപ്പിൾ ഫോർ എ കൺട്രി ആസ് നോട്ട് ഫിക്സഡ്. എന്താണ് പറയുന്നത്? പോപ്പുലേഷൻ്റെ മാക്സിമം നമ്പർ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മിനിമം നമ്പർ എന്ന് പറയുന്നതോ ഒന്നും ഫിക്സഡ് അല്ല. നമുക്ക് അങ്ങനെ ഫിക്സഡ് നമ്പേഴ്സ് ഒന്നുമില്ല. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ മൂവ് ടു ദി നെക്സ്റ്റ് ഫാക്ടർ, ടെറിട്ടറി. ഭൂപ്രദേശം. എന്താണ് ടെറിട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ സ്റ്റേറ്റ് ഷുഡ് ഹാവ് ആൻ എക്സാക്ട് ടെറിട്ടറി വിത്ത് ക്ലിയർ കട്ട് ബൗണ്ടറി. ഇപ്പോൾ നമ്മളൊക്കെ വീടൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, എന്താണ്? അതിര് തിരിക്കൂ അല്ലേ. അവരുടെ അപ്പുറത്ത് വേറെ വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് എൻ്റെ സ്ഥലം എവിടെ വരികയാണെന്ന് നമ്മളിങ്ങനെ കെട്ടിത്തിരിക്കും അല്ലേ. സോ അതാണ് ഇവിടെ ടെറിട്ടറി എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്ത് വേണം? ക്ലിയർ കട്ടായിട്ടുള്ള ബൗണ്ടറി വേണം അല്ലേ. ക്ലിയർ കട്ടായിട്ടുള്ള ബൗണ്ടറി ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ സ്ഥലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തിരിക്കാൻ പറ്റുള്ളൂ. സോ ദ സ്റ്റേറ്റ് ഈസ് ഫോംഡ് വെൻ ദ പീപ്പിൾ സെറ്റിൽ പെർമനൻ്റ്ലി ഇൻ എ പെർട്ടിക്കുലർ ടെറിട്ടറി. സ്റ്റേറ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? സ്റ്റേറ്റ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്ലേസസിൽ പീപ്പിൾസ് പെർമനൻ്റ്ലി സെറ്റിൽഡ് ആവണം അല്ലേ. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് സ്റ്റേറ്റ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ കുറച്ച് നാൾ ഒരു സ്ഥലത്ത് താമസിച്ച് കുറച്ച് നാൾ ആൾക്കാർ വേറെ സ്ഥലത്തോട്ട് പോയാൽ നമുക്കതൊരു ബൗണ്ടറി ആയിട്ട് തിരിച്ച് സ്റ്റേറ്റ് ഫോം ചെയ്യാൻ പറ്റുമോ? നെവർ. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ഫാക്ടർ. ആൻഡ് തേർഡ് വൺ ഈസ് ഗവൺമെൻറ്. എന്താണ്?
എന്താണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുക? നമ്മുടെ സ്റ്റേറ്റ്സിൽ നമുക്ക് ലോ ഒക്കെ മേക്ക് ചെയ്യണമെങ്കിൽ എന്താണ് ഗവൺമെൻറ് വേണം അല്ലേ? സോ ഗവൺമെൻറ് ഈസ് ആൻ അൺഅവോയ്ഡബിൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത, ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ് ആര്? ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ദ ഗവൺമെൻറ് മേക്സ് ആൻഡ് എക്സിക്യൂട്ടീവ് ലോ ആൻഡ് എൻഷുർ ജസ്റ്റിസ് ടു പീപ്പിൾ. ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്താ? ടു മേക്ക് and executive the law and ensure the justice to people. പീപ്പിൾസിന് ജസ്റ്റിസ് ഉറപ്പാക്കുകയും അതുപോലെ തന്നെ ലോ മേക്ക് ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യാന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ നെക്സ്റ്റ് വൺ നോക്കുക, സോവറൈൻറ്റി, പരമാധികാരം. സോവറൈൻറ്റിയിൽ എന്താണ് പറയുന്നത്? സ്റ്റേറ്റ് ഹാസ് ദ റൈറ്റ് ടു ടേക്ക് ഡിസിഷൻസ് ഓൺ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ അഫെയർസ് ഇൻഡിപെൻഡൻ്റ്ലി വിത്തൗട്ട് എനി എക്സ്റ്റേണൽ കൺട്രോൾ. എക്സ്റ്റേണൽ ആയിട്ട് ഒരു കൺട്രോളും ഇല്ലാതെ നമ്മുടെ സ്റ്റേറ്റിന് എന്ത് റൈറ്റ് ഉണ്ട്? ഏത് പ്രോബ്ലംസിലും, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ പ്രോബ്ലംസിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ ദ സുപ്രീം അതോറിറ്റി ഓഫ് എ സ്റ്റേറ്റ് ഈസ് കോൾഡ് സോവറൈൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? പരമാധികാരം എന്ന് പറയുന്നത്. സോവറൈൻറ്റി ഈസ് ദ അബ്സല്യൂട്ട് അൺലിമിറ്റഡ് ആൻഡ് ഇൻഡിവിസിബിൾ പവർ. അതെന്താണ്? നമുക്ക് ലിമിറ്റഡ് ഒന്നുമല്ല, അൺലിമിറ്റഡ് ആണ്. ഏത് ഇഷ്യൂസിൽ വേണമെങ്കിലും നമ്മുടെ സ്റ്റേറ്റിന് ഡിസിഷൻസ് എടുക്കാം. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ആർ ദ വേരിയസ് തിയറീസ് ഓൺ ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്. എന്താണ് പറയുന്നത്? നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒറിജിന് വേരിയസ് തിയറീസ്, ഒരുപാട് തിയറീസ് ഉണ്ട്. എന്താണ് ആ തിയറീസ് എന്ന് പറയുന്നത്? 4 ടൈപ്പിലാണ് തിയറീസ് വരുന്നത്. ഇത് നമുക്ക് ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെ ഉണ്ട്, അത് പഠിക്കുക. 4 തിയറീസാണ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒറിജിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വണ്ണാണ് ഡിവൈൻ ഒറിജിനൽ തിയറി ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്താ പറയുന്നത്? സ്റ്റേറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ്. എന്താണ്? മിസ് നേരത്തെ പറഞ്ഞല്ലേ, സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രിയേഷൻ ഓഫ് ഗോഡ്. ദെൻ കിങ് ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ്. ഗോഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ആര് വരുന്നത്? കിങ് വരുന്നത് അല്ലേ? സോ കിങ് ഈസ് ആൻസറബിൾ ഓൺലി ടു ഗോഡ്. ഗോഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് കിങ് വരുമ്പോൾ കിങ് ആർക്ക് മാത്രം ഉത്തരം കൊടുത്താൽ മതി? ഗോഡിന് മാത്രം ഉത്തരം കൊടുത്താൽ മതി. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് തിയറി, ഡിവൈൻ റൈറ്റ് തിയറി. നെക്സ്റ്റ് വണ്ണാണ് എവല്യൂഷണറി തിയറി. എവല്യൂഷണറി തിയറിയിൽ എന്താ പറയുന്നത്? സ്റ്റേറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ടു ഹിസ്റ്ററി. ഹിസ്റ്ററിയിലേക്കുള്ള ഒരു പ്രൊഡക്റ്റാണ് എന്ത്? സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഫോംഡ് ബൈ സോഷ്യൽ റവല്യൂഷൻ. ഇത് എങ്ങനെയാണ് ഫോം ചെയ്തത്? സോഷ്യൽ റവല്യൂഷനിലൂടെയാണ് ഇത് എന്ത് ചെയ്ത് ഫോം ചെയ്തത് അല്ലേ? ദെൻ ദ തേർഡ് തിയറി ഈസ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? അതിൽ സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആസ് എ റിസൾട്ട് ഓഫ് എ കോൺട്രാക്ട് ബൈ ദ പീപ്പിൾ. സ്റ്റേറ്റ് എങ്ങനെയാണ് വരുന്നത്? പീപ്പിൾസിൻ്റെ ഒരു കോൺട്രാക്ട് വഴിയാണ് നമ്മുടെ സ്റ്റേറ്റ് വരുന്നത് അല്ലേ? പീപ്പിൾസിൻ്റെ കോൺട്രാക്ട് വഴിയാണ് നമ്മുടെ എന്ത് വരുന്നത്? ഈ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. സോ നെക്സ്റ്റ് പറയുന്നത് സ്റ്റേറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദി ഫുൾഫിൽമെൻറ്റ് ഓഫ് ഹ്യൂമൻ നീഡ്സ്. എന്താണ്? ഹ്യൂമൻസിൻ്റെ നീഡ്സ്, നമ്മുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റേറ്റ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ മൂവ് ടു ദ ലാസ്റ്റ് തിയറി, പവർ തിയറി. എന്തായിരിക്കും പവർ തിയറി? എന്തായിരിക്കും പവർ തിയറി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആസ് എ റിസൾട്ട് ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പവർ ബൈ ദ സ്ട്രോങ് ഓവർ ദ വീക്ക്. അവിടെ നമ്മൾ പറയുന്ന പവർ എന്ന് പറയുന്നത് വീക്കായിട്ടുള്ള ആൾക്കാരുടെ മുകളിൽ എന്തായിരിക്കും? സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ പവർ ജനറേറ്റ് ചെയ്യും. അതാണ് ഇവിടെ വരുന്നത്. സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ആസ് എ റിസൾട്ട് ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പവർ ബൈ ദ സ്ട്രോങ് ഓവർ ദ വീക്ക്. വീക്കായിട്ടുള്ള ആൾക്കാരുടെ മുകളിൽ പവറുള്ള ആൾക്കാർ എന്ത് ചെയ്യും? സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതാണ് ലാസ്റ്റ് തിയറി എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 4 തിയറീസ് ബേസ്ഡ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒറിജിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 4 തിയറീസ് എന്ന് പറയുന്നത് അതാണ്. ദെൻ ഇതാണ് നമ്മുടെ ഹിസ്റ്ററിയുടെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സിവിക് കോൺഷ്യസ്നെസ്. സിവിക് കോൺഷ്യസ്നെസ്സിൽ എന്തൊക്കെയാണ് നമുക്ക് പറയുന്നതെന്നുള്ളത് പഠിക്കണം. സോ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് സിവിക് കോൺഷ്യസ്നെസ്? പൗരബോധത്തിൽ നമുക്ക് എന്തൊക്കെയാണ്, ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. എന്താണ് പൗരബോധം എന്നൊക്കെ ഉള്ളത് നോക്കിയാലോ. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഫാമിലി ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഫോസ്റ്ററിങ് സിവിക് കോൺഷ്യസ്നെസ്. 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിവിക് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പൗരബോധം, പൗരനുണ്ടായിരിക്കേണ്ട ഒരു ബോധമാണ് പറയുന്നത്. സോ അതിൽ നമ്മുടെ ഫാമിലിക്കും നമ്മുടെ കുടുംബത്തിനും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നതിനും എന്താണ് ഒരു റിലേഷൻ ഉള്ളത്, അവരുടെ ഒരു റോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കത് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാം റോൾ ഓഫ് ഫാമിലി. ഫാമിലിയുടെ റോൾ എന്തായിരിക്കും ഫാമിലിക്ക് ചെയ്യാൻ പറ്റുന്ന റോൾ എന്ന് പറയുന്നത്? We learn to respect the elders and to engage in social survive. എന്താണ് പറയുന്നത്? എൽഡേഴ്സിനെയൊക്കെ റെസ്പെക്ട് ചെയ്യണമെന്ന് നമ്മൾ വീട്ടിൽ നിന്നല്ലേ പഠിക്കാറ് ആണല്ലേ? നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമ്മളൊരു ഏജൊക്കെ ആകുമ്പോൾ നമ്മുടെ മുതിർന്നവർ വരുമ്പോൾ നമ്മൾ ബഹുമാനിക്കാതെയൊക്കെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തർക്കുത്തരമൊക്കെ പറയുമ്പോൾ നമ്മുടെ മദർ അല്ലെങ്കിൽ ഫാദർ പറയും അങ്ങനെ ചെയ്യരുത്, അതിൻ്റെ വയസ്സിന് മൂത്തതാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും അല്ലേ? സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. സോ ഇതാണ് ഫസ്റ്റ് വൺ. വി ലേൺ ടു റെസ്പെക്ട്. എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ സർവീസസിൽ, സാമൂഹ്യ സേവനത്തിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇല്ലാത്ത ഏതെങ്കിലും ആൾക്കാർക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉള്ളതനുസരിച്ച് കൊടുത്ത് സഹായിക്കുക. സോ അതൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സോഷ്യൽ സർവീസ്. സോ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഫാമിലിയുടെ ഇമ്പാക്റ്റ് കൊണ്ടാണ്. ദ നെക്സ്റ്റ് പറയുന്നത് ഫാമിലി ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫോസ്റ്ററിങ് ആൻഡ് മെയിൻറ്റെയിനിങ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. എന്താണ് പറയുന്നത്? മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സെൻസ്, ഉത്തരവാദിത്തം ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു ഉത്തരവാദിത്ത ബോധമൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഫാമിലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ, ഇൻസ്പിരേഷൻ ആൻഡ് എൻകറേജ്മെൻറ്റ് ഫ്രം ദ ഫാമിലി വിൽ ഡെവലപ്പ് സിവിക് കോൺഷ്യസ്നെസ്. ഫാമിലിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കുറച്ചൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടൂല, അതുപോലെ തന്നെ ഇൻസ്പിരേഷൻസ് ഒക്കെ കിട്ടും. നമ്മൾ പറയും എൻ്റെ ഫാദറാണ് എൻ്റെ ഇൻസ്പിരേഷൻ, അല്ലെങ്കിൽ എൻ്റെ മദർ അല്ലെങ്കിൽ എൻ്റെ ബ്രദറാണ് എൻ്റെ ഇൻസ്പിരേഷൻ എന്നൊക്കെ പറയൂലേ. അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ കണ്ട് നമ്മൾ ഇൻസ്പയർഡ് ആവാറുണ്ട്. അതുപോലെ നമ്മൾ പ്രാക്ടിക്കൽ നമ്മൾ ലൈഫിൽ കോപ്പി ചെയ്യാറുണ്ടല്ലേ. സോ അങ്ങനത്തെ ഇൻസ്പിറേഷൻസും അതുപോലെ തന്നെ പ്രോത്സാഹനമൊക്കെ എൻകറേജ്മെൻ്റ് ഒക്കെ നമുക്ക് ഈ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നതിലൂടെ ദാറ്റ്സ് ലീഡ് ടു സിവിക് കോൺഷ്യസ്നെസ്, പൗരബോധം ഉണ്ടാവാനൊക്കെ ഇത് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ റോൾസ് ഓഫ് ഫാമിലി ആൻഡ് എഡ്യൂക്കേഷൻ. സോ ഫാമിലി നമ്മൾ നോക്കിയത്. then let's move to the role of education. എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് സിവിക് കോൺഷ്യസ്നെസ് ആപ്ലിക്കബിൾ ആവുന്നതെന്ന് നോക്കാം. എങ്ങനെയാ? ടു എക്വിപ്പ് ദ ഇൻഡിവിജ്വൽ ടു എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ദ നോളജ് ഗെയിൻ ത്രൂ ദ ലേണിംഗ് ഓഫ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഫോർ ദി ബെറ്റർമെൻറ്റ് ഓഫ് സൊസൈറ്റി. എന്താണ് പറയുന്നത്? നമ്മൾ പറയാറുണ്ടല്ലേ ചില കാര്യങ്ങളൊക്കെ, എന്തിനാണ് ആ തിയറി ഞാൻ പഠിച്ചിട്ട് എൻ്റെ ലൈഫിൽ എന്ത് ചെയ്യാനാ, ആ തിയറി പഠിച്ചിട്ട് ഞാൻ ആഫ്റ്റർ സ്കൂളിങ്ങിൽ എനിക്ക് എന്ത് ഗുണം കിട്ടുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. സോ അതാണ് ഇവിടെ പറയുന്നത്. ടു എക്വിപ്പ് ദ ഇൻഡിവിജ്വൽ, എന്താണ് നമ്മുടെ ഇൻഡിവിജ്വൽസിനെ നമ്മൾ എക്വിപ്പ് ചെയ്യുകയാണ് എന്തിനു വേണ്ടി? ടു എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ദ നോളജ് ഫ്രം ഗെറ്റിംഗ് ദ ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നോളജ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ, the learning of different subject for the betterment of society. സൊസൈറ്റിയുടെ ബെറ്റർമെൻറ്റിന് വേണ്ടി നമുക്ക് ഈ നോളജ് നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് എഡ്യൂക്കേഷനിലൂടെ സാധിക്കും എന്നാണ് പറയുന്നത്. ദെൻ എഡ്യൂക്കേഷൻ വിൽ ഹെൽപ്പ് ടു ഡെവലപ്പ് വാല്യൂ കോൺഷ്യസ്നെസ്, ടോളറൻസ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എക്സെട്ര. എഡ്യൂക്കേഷൻ നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ടോളറൻസും അതുപോലെ തന്നെ ലീഡർഷിപ്പും ക്വാളിറ്റീസും ഒക്കെ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ? നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ചില ഡ്യൂട്ടീസൊക്കെ നമുക്ക് ടീച്ചേഴ്സ് അസൈൻ ചെയ്ത് തരും അല്ലേ? എന്തിനു വേണ്ടി? അത് നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവാനും. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ടീച്ചർ തന്നതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാക്സിമം കൊടുത്തിട്ട് നമ്മൾ ആ ഡ്യൂട്ടി ചെയ്യും അല്ലേ? സ്കൂൾസിലൊക്കെ നമുക്ക് അങ്ങനെയാണ്, നീ അത് ചെയ്യണം, നീ ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ടീച്ചേഴ്സ് ഡ്യൂട്ടി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് തരും. സോ അതൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് സ്കൂളിലൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ഡ്യൂട്ടീസ് ടീച്ചേഴ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മടിച്ച് നിൽക്കരുത്. എന്ത് ചെയ്യുക? മുമ്പോട്ട് ചെന്ന് അതൊക്കെ ഏറ്റെടുത്ത് നമ്മളെ കൂടെ പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കണം. ഓക്കെ. Then the last point, through education, science and technology can be effectively utilized in useful manner to the society. സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എഡ്യൂക്കേഷനിലൂടെ നമുക്ക് സയൻസും ടെക്നോളജി എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ. Then let's move to the next question. How can we overcome the civic consciousness challenges? ഈ civic consciousness
കുറച്ച് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ, കുറച്ച് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. ആ ചലഞ്ചസ് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും അതൊന്ന് നോക്കിയാലോ, നമുക്ക് ഒന്ന് നോക്കാം എങ്ങനെ ഓവർകം ചെയ്യാം. ഈച്ച് വൺ ഷുഡ് ഇവാലുവേറ്റ് ഹിസ് ആക്ടിവിറ്റീസ് ക്രിട്ടിക്കലി. എന്താണ് അത് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മളത് എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുക. എന്താണ് എൻ്റെ തെറ്റ്? ഇപ്പം നമ്മൾ പറയും, നമ്മൾ ചിലവരോടൊക്കെ ചോദിക്കാറുണ്ട്, എൻ്റെ എന്തെങ്കിലും ക്യാരക്ടറിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നിന്നെ അത് വേദനിപ്പിച്ചോ, അങ്ങനെ ചോദിക്കുന്നത് എന്താണ്, ഒരു ക്രിട്ടിക്കലി ഒരു ഇവാലുവേഷനാണ്. നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് നമുക്കത് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വഴി മറ്റൊരാൾക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. സോ ഇതെന്താണ്, ഈ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് ഈ സിവിക് കോൺഷ്യസ്നെസ്സിലെ ലിമിറ്റേഷൻസ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ദെൻ ബി ദ ചേഞ്ച് വിച്ച് യു എക്സ്പെക്ട് ഫ്രം അതേഴ്സ്. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലേ, ചിലവർ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരിൽ മറ്റുള്ളവരിൽ നമ്മൾ ചിലത് എക്സ്പെക്ട് ചെയ്യും ഇല്ലേ, നീ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യണമായിരുന്നു. പക്ഷെ നമ്മളത് എന്ത് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യില്ല. നമ്മുടെ ലൈഫിൽ നമ്മളതെന്ത് ചെയ്യില്ല, പ്രാക്ടിക്കലായിട്ട് ചെയ്യില്ല. നമ്മൾ മറ്റുള്ളവർ ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കും അല്ലേ. സോ അതെന്ത് ചെയ്യുക, എന്താണോ മറ്റുള്ളവർ ചെയ്ത് കാണണം നമ്മൾ ആഗ്രഹിക്കുന്ന നന്മകൾ, അത് ആദ്യം നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്തിട്ട് വേണം മറ്റുള്ളവരോട് അത് പറയാനായിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ഈക്വൽ വെയിറ്റ് ഷുഡ് ബി ഗിവൻ ടു ബോത്ത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. എന്താ പറയുന്നത്, റൈറ്റിനും ഡ്യൂട്ടീസിനും. നമ്മളെപ്പോഴും പറയും എനിക്കത് ചെയ്യണം അല്ലെങ്കിൽ എനിക്കിത് വേണം, അതെൻ്റെ റൈറ്റ് ആണെന്ന് നമ്മൾ പറയൂലേ. ചില വീട്ടിലൊക്കെ നമ്മൾ പറയും എൻ്റെ അവകാശമാണ് അതെന്നൊക്കെ നമ്മൾ പറയും. സോ അവകാശം മാത്രം പോരാ, അവകാശത്തിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ടല്ലേ, കുറച്ച് ചുമതലകളുണ്ട്. നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടതാണെങ്കിലും ചെറിയ ചുമതലയാണ്. നമ്മളിപ്പോൾ സ്കൂളിലാണെങ്കിൽ പോലും നമ്മൾ പിള്ളേർ പറയും എന്താണ്, ഇത് ഞങ്ങളുടെ റൈറ്റാണ്, സാറുമാർ അത് ചെയ്തു തന്നില്ല, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അത് ചെയ്തു തന്നില്ല എന്ന് നമ്മൾ പറയൂ അല്ലേ. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ എന്താണ്, നമ്മൾ ടീച്ചേഴ്സിനോട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്കൂൾസിന് നമ്മൾ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ആ ഡ്യൂട്ടീസ് ചെയ്തിട്ട് റൈറ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, സംസാരിക്കുക. സോ എന്ത് ചെയ്യുക, രണ്ടിന് നമ്മളൊരു ഈക്വൽ വെയിറ്റ് കൊടുക്കുക, ഒന്നിനു വേണ്ടി മാത്രം നമ്മൾ വാശി പിടിക്കരുത്. സോ ഇൻ ദ ലാസ്റ്റ് പോയിന്റ്, ഇൻഡിവിജ്വൽസ് ഷുഡ് ആക്ട് ഡെമോക്രാറ്റിക്കലി ആൻഡ് ടോളറബിളി. എന്ത് ചെയ്യുക, ടോളറബിളി പറയുന്നത് ഇൻഡിവിജ്വൽസ് ഷുഡ് ആക്ട്, എന്താണ്, ജനാധിപത്യപരമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. സോ ഇതാണ് ചലഞ്ചസ് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് പറയുന്നത് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് സിവിക് കോൺഷ്യസ്നെസ്. മിസ് ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്, റോൾ ഓഫ് ഫാമിലി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് പൗരബോധം കൊണ്ടുവരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും, ഫാമിലി, എഡ്യൂക്കേഷൻ, സോഷ്യൽ സിസ്റ്റം, അസോസിയേഷൻസ്, പൊളിറ്റിക്കൽ സിസ്റ്റംസ്. അസോസിയേഷൻസിലൂടെയൊക്കെ നമുക്ക് പൗരബോധം ഉണ്ടാകും അല്ലേ. നമ്മൾ നമ്മുടെ വീടിൻ്റെയൊക്കെ അടുത്ത് ചിലപ്പോൾ ചില ക്ലബ്ബുകളൊക്കെ ഉണ്ടാവും അല്ലേ, യുവാക്കളുടെയൊക്കെ ക്ലബ്സ് ഉണ്ടാകും. സോ ഈ ക്ലബിലൂടെയൊക്കെ നമ്മൾ എന്താ ഒരുപാട് ആക്ടിവിറ്റീസ്, എപ്പോഴും പ്രോഗ്രാംസ് മാത്രം നടത്താതെ നമ്മൾ എന്താണ് കുറച്ച് ഇന്നോവേറ്റീവ് ആക്ടിവിറ്റീസ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതും അങ്ങനത്തെ കുറച്ച് ഇന്നോവേറ്റീവ് ആക്ടിവിറ്റീസ് ഒക്കെ കൊണ്ടുവരുന്നതിലൂടെ വി ക്യാൻ ഇംപ്രൂവ് ദി സിവിക് കോൺഷ്യസ്നെസ്. ഓക്കെ, സോ ഇതാണ് സിവിക് കോൺഷ്യസ്നെസ്സിനെ എൻകറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇതോടെ നമ്മുടെ ഹിസ്റ്ററിയുടെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഹിസ്റ്ററിയുടെ നമ്മൾ 8 സ്കിപ്പ് ചെയ്തു, 9ഉം 10ഉം നമ്മൾ പറഞ്ഞു. സോ 5 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഹിസ്റ്ററിയിൽ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ. എല്ലാം ക്ലിയർ ആണെന്ന് മിസ് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ദെൻ ലെറ്റ്സ് മൂവ് ടു ദി ജോഗ്രഫി. സോഷ്യൽ സയൻസ് 2 ജോഗ്രഫിയിൽ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുകയാണ്. നമുക്ക് അതിനു മുമ്പ് ജോഗ്രഫിയുടെ സിലബസ് ഒന്ന് നോക്കാം. ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമുക്ക് ജോഗ്രഫിക്കുള്ളത്? 4, 5, 6, 7 ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ്, അതുപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ. Chapter 6 Eyes in the Sky and Data Analysis, and Chapter 7 the India, the Land of Diversities. So this is the 4 chapters. 4 chapters ആണ് നമുക്ക് പഠിക്കാനുള്ളത് ജോഗ്രഫിയിൽ. then നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ജോഗ്രഫി? ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ്. ഈ ചാപ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, എന്ത് ഇതിനകത്ത് മിസ്സിന് പറയാൻ പോകുന്നത് എന്തായിരിക്കും? മാപ്പിനെ കുറിച്ചിട്ടായിരിക്കും അല്ലേ. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്ന ചാപ്റ്റർ ആണ്
ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ്. ഇതിൻ്റെ അകത്ത് നമ്മൾ പറയാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. What all things can be assessed through the analysis of contour lines in the topographic map? ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ടോപ്പോഗ്രഫിക് മാപ്പ് എന്ന് പറയുന്നത്. ടോപ്പോഗ്രഫിക് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മിസ് പറഞ്ഞു തരാം. അതിനകത്ത് മിസ് പറയുന്നത് വാട്ട് ഓൾ തിങ്സ് ക്യാൻ ബി അസസ്ഡ് ത്രൂ ദി അനാലിസിസ് ഓഫ് കോണ്ടോർ ലൈൻസ്. ടോപ്പോഗ്രഫിക് മാപ്പിലുള്ള ഒരു ലൈൻസ് ആണ് കോണ്ടോർ ലൈൻസ് എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അസസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കിട്ടും, അതാണ് പറയുന്നത്. സോ 2019, 22, 23 റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ആര് സ്കിപ്പ് ചെയ്യരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. കോണ്ടോസ് ആർ ഇമാജിനറി ലൈൻസ് ഡ്രോൺ ഓൺ മാപ്സ്. മാപ്സിൽ വരയ്ക്കുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ് എന്ത്, കോണ്ടോർ ലൈൻസ് എന്ന് പറയുന്നത്. കണക്റ്റിംഗ് ദോസ് പ്ലേസസ് ഹാവ് ഈക്വൽ എലിവേഷൻ ഫ്രം ദി സീ ലെവൽ. സീ ലെവലിൽ നിന്ന് ഈക്വൽ ഹൈറ്റ് അല്ലെങ്കിൽ ഈക്വൽ എലിവേഷൻസ് ഉള്ള പ്ലേസസിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, കോണ്ടോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ദെൻ നമ്മളിപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു, കോണ്ടോസ് ലൈൻസിൽ നിന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചത്. എന്തൊക്കെയായിരിക്കും? ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ പ്ലേസ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈറ്റ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് നമ്മളിവിടെ മീൻ ചെയ്യുന്നത് ഹൈറ്റ് ആണ്. സോ ആ വേർഡ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഹൈറ്റ് ഓഫ് ദ പ്ലേസ് എന്ന് എഴുതിയാലും ഇറ്റ്സ് കറക്റ്റ്. സോ ഇതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, നേച്ചർ ഓഫ് ദ സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ചെരിവ്. സോ അതിൻ്റെ പ്രകൃതി, സ്ലോപ്പിൻ്റെ നേച്ചറാണ് അവിടെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ എന്താണ്, ഷേപ്പ് ഓഫ് ദ ലാൻഡ് ഫോം. നമുക്ക് മാപ്പിലൂടെ മനസ്സിലാവൂല, ടോപ്പോഗ്രഫിക് മാപ്പിലെ കോണ്ടോർ ലൈൻസിൽ നിന്ന് വി ഗെറ്റ് ദ നോളജ് അല്ലെങ്കിൽ വി ഗെറ്റ് ദി ഇൻഫർമേഷൻ അബൌട്ട് ദി ഷേപ്പ് ഓഫ് ദി ലൊക്കേഷൻ. അല്ലെങ്കിൽ ലാൻഡ് ഫോം, ആ ലാൻഡ് ഫോമിൻ്റെ ഷേപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഈ മൂന്നെണ്ണമാണ് നമുക്ക് ഈ കോണ്ടോർ ലൈൻസിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പറയാം അല്ലേ. സോ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സാധനം. നമുക്ക് ഈ ചാപ്റ്ററിൽ ഒട്ടും മാറ്റി വെക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എല്ലാ ഇയേഴ്സിലും കമ്പൽസറി ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നന്നായിട്ട് പഠിച്ചു വെക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന മിസ്സിന് അറിയാം. സോ അനലൈസ് ദ ഗിവൺ റെഫറൻസ് ഗ്രിഡ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എന്താണ് തന്നിരിക്കുന്ന റെഫറൻസ് ഗ്രിഡ് നോക്കിയിട്ട് നമുക്ക് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് ആൻസർ ചെയ്യാം. അതാണ്. സോ ഇതെന്താണിത്? ഇത് നമ്മുടെ ഗ്രിഡ് റെഫറൻസ് ആണല്ലേ. ഇതിൽ നമുക്ക് എന്തൊക്കെ കിട്ടും? ഗ്രിഡ് റെഫറൻസ് എഴുതുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കിയിരിക്കണം? ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സാധനങ്ങൾ. ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ ഈസ്റ്റിങ്സും നോർത്തിങ്സും ആണ് നോക്കുന്നത്. ഏതാണ് ഈസ്റ്റിങ്സ് ആൻഡ് നോർത്തിങ്സ് എന്ന് പറയുന്നത്? ഏതാണ് ഒന്ന് പറഞ്ഞേ, ഏതാണ് ഇതിൽ നോർത്തിങ്സും ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്? അറിയോ? ഏതായിരിക്കും? നമുക്ക് മിസ് പറയാം അല്ലേ. ഇതാണ് നമ്മുടെ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ഈ വെർട്ടിക്കൽ ലൈനാണ് നമ്മുടെ ഈസ്റ്റിങ്സ്. നമുക്കറിയാം നമ്മുടെ ഡയറക്ഷൻസ് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആൻഡ് സൗത്ത്. ഇതാണ് നമ്മുടെ ഡയറക്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഈ വെർട്ടിക്കൽ ലൈനാണ് നമ്മുടെ ഈസ്റ്റിങ്സ്. ദെൻ നോർത്തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുന്ന ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. സോ ഈ പോകുന്നതാണ് നമ്മുടെ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനാണ് നമ്മുടെ നോർത്തിങ്സ്. ഈ വരച്ചിരിക്കുന്ന ലൈനാണ് നമ്മുടെ നോർത്തിങ്സ് എന്ന് പറയുന്നത്. സോ ഈ രണ്ടെണ്ണമാണ് നമ്മൾ ഈ ഗ്രിഡ് റെഫറൻസ് എഴുതുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്ക് ഗ്രിഡ് റെഫറൻസ് എഴുതാൻ പറ്റുള്ളൂ. 4 ഫിഗറും 6 ഫിഗറും നമുക്ക് എഴുതണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ദെൻ ഈസ്റ്റിങ്സും നോർത്തിങ്സും നമ്മൾ ഗ്രിഡ് റെഫറൻസ് എഴുതുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഏത് വാല്യൂ ആണ്? സ്മോൾ വാല്യൂ ആണല്ലേ. രണ്ട് വാല്യൂസിൻ്റെ ഇടയിലാണ് നമ്മളിപ്പോൾ പറയുന്ന സാധനം വരുന്നതെങ്കിൽ നമ്മൾ എന്തെടുക്കണം? നമ്മുടെ സ്മോൾ എമൗണ്ട് അല്ലെങ്കിൽ സ്മോൾ വാല്യൂ വേണം നമ്മൾ എടുക്കാനായിട്ട്. സോ അതാണ് ഇവിടെ പറയുന്നത്. നോക്കാം. ഐഡൻറ്റിഫൈ ദ ജിയോഗ്രഫിക് ഫീച്ചർ വിത്ത് ദി ഗ്രിഡ് റെഫറൻസ് 8134.
34. 81, 34 എന്ന് പറയുന്നത് ഇവിടെ ആൻസർ മിസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 4 ആണ് ആൻസർ വരുന്നത്. നമുക്കത് നോക്കാം. നമ്മൾ ജിയോഗ്രഫി ഇപ്പോൾ ഇതിന് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ മാപ്പിൽ വരുന്ന കുറച്ച് സയൻസ് ആൻഡ് സിമ്പിൾസ് എന്ന് പറയുന്ന നമ്മുടെ കുറച്ച് പോർഷൻ ഉണ്ട്. അത് നമ്മൾ പഠിച്ചിരിക്കണം. അത് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, ജിയോഗ്രഫിക് ഫീച്ചറിൻ്റെ പേരാ. നമ്മളപ്പോൾ ഫിഗറിൽ വരുന്ന സിമ്പിൾസ് പേരറിഞ്ഞിരുന്നാലേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്താണ്, നമുക്കതൊന്ന് നോക്കിയാലോ. 81, 34 എന്ന് പറയുന്നത് 81, 34 എന്ന് പറയുന്നത് 4 ആണെന്നാണ് പറയുന്നത്. സോ 81 എന്ന് പറയുന്നത് ആദ്യം 81 ആണ്. 81 എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, നമ്മുടെ ഈസ്റ്റിങ്സ് ആയിരിക്കും അല്ലേ. ഈസ്റ്റിങ്സ് ആണെങ്കിൽ ഇതാണ് നമ്മുടെ ഈസ്റ്റിങ്സ്. അതിൽ 81 ഏതാണ്, ഒന്നുകിൽ ഈ വാല്യൂ അല്ലെങ്കിൽ ഈ വാല്യൂ നോക്കാം. രണ്ടും നമുക്ക് നോക്കാം. സോ മിസ് ഇപ്പം ഇവിടെ ഇത് നോക്കുവാണ്, 81 അല്ലെങ്കിൽ 81 എടുക്കാം. ഇപ്പം ഇതാണ് 81 എന്ന് പറയുന്നത്. ദെൻ 81, 34 ഒരുമിച്ച് വേണേ അത് എഴുതാൻ, കോമ ഒന്നും ഇടണ്ട. 34 ഏതാണ്, 34 എന്ന് പറയുന്നത് നമ്മുടെ നോർത്തിൻസ് ആണെന്ന് അറിയാം അല്ലേ. നോക്കിയേ, നോർത്തിൻസ് എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ ലൈനാണ്. അപ്പം 34 എവിടെയാണ് വരുന്നത്, നോർത്തിൻസിൽ ഇവിടെയാണ്. സോ 81ലും 34ലും വരുന്ന നമ്മുടെ ജിയോഗ്രഫിക് ഫീച്ചർ ഏതാണ്, ഈ ഫിഗറാണ്. ഈ ഫിഗറിൻ്റെ പേര് എഴുതണ്ടേ. അപ്പം നമ്മൾ എന്തറിഞ്ഞിരിക്കണം, നമ്മളത് പഠിച്ചിരിക്കണം അല്ലേ. ആ സിമ്പിൾസ്, മാപ്പിൽ കാണുന്ന സിമ്പിൾസ് നമ്മൾ പഠിച്ചിരിക്കണം. സോ അതിൻ്റെ ആൻസറാണ് നമ്മുടെ 4 എന്ന് പറയുന്നത്. Okay, then move to the next question. Locate the well using 6-figure grid reference method. എന്ത് ചെയ്യുക, നമ്മൾ വെല്ലിൻ്റെ 6th figure ഗ്രിഡ് റെഫറൻസ് കണ്ടുപിടിക്കണം. വെല്ലിൻ്റെ 6th figure ഗ്രിഡ് റെഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് നമ്മൾ വെല്ല് ഏതാണെന്ന് മനസ്സിലാക്കണം അല്ലേ. ഇതിലേതായിരിക്കും വെല്ല്, നമ്മളത് പഠിച്ചിരിക്കണം. ഇതാണ് നമ്മുടെ വെല്ലെന്ന് പറയുന്നത്. ഇത് നമ്മുടെ ട്യൂബ് വെല്ലാണ്, ഇത് നമ്മുടെ പോണ്ടാണ്. സോ മാറിപ്പോകരുത്. ഇതാണ് ഇപ്പം നമുക്ക് എടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ വെല്ലെന്ന് പറയുന്നത്. വെല്ലിൻ്റെ 6 figure ഗ്രിഡ് റെഫറൻസ് ആണ് എഴുതേണ്ടത്. അതായത് 6 ഫിഗർ വരണം. സോ 6 ഫിഗർ നമ്മൾ എഴുതുമ്പോൾ, 4 ഫിഗർ എഴുതുമ്പോൾ നമ്മൾ എന്താണ്, ഈസ്റ്റിങ്സിൻ്റെ ചെറിയ വാല്യൂ എടുക്കും, ദെൻ നോർത്തിങ്സിൻ്റെ ചെറിയ വാല്യൂ എടുക്കും. 6 ഫിഗർ നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഈസ്റ്റിങ്സിൻ്റെ 2 ഫിഗർ എഴുതുക. ഇതൊരു എക്സാമ്പിൾ മിസ് ചെയ്തതാണ്. ഈസ്റ്റിങ്സിൻ്റെ 2 ഫിഗർ എഴുതുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, വാല്യൂസ് ആയിട്ട്, അതായത് നമ്മൾ അതിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 10 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക, നമുക്കിവിടെ ഒരു വാല്യൂ കിട്ടും. ദെൻ നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് നമ്മുടെ നോർത്തിൻസിൻ്റെ 2 വാല്യൂസ് ആണ്. ദെൻ അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് നമ്മുടെ നോർത്തിൻസിന് എന്ത് ചെയ്യണം, 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ആ ഒരു എമൗണ്ട്, ആ ഒരു ഫിഗർ വേണം നമ്മൾ ഇവിടെ എഴുതാൻ. സോ നമുക്കിവിടെ നോക്കേണ്ടത് നമ്മുടെ വെല്ലിൻ്റെ ആണ്. വെല്ലിൻ്റെ ഈസ്റ്റിങ്സ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് ഈ ലൈനാണ്, വെല്ല് വരുന്നത് ഇവിടെയാണ്. സോ വെല്ലിൻ്റെ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് 83 and 84, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ്. സോ നമ്മൾ വി ക്യാൻ ടേക്ക് ദ സ്മോൾ ഫിഗർ. സ്മോൾ എന്ന് പറയുന്നത് 83 ആണ്. ദെൻ ഇനി നമ്മൾ എഴുതേണ്ട വാല്യൂ എന്ന് പറയുന്നത് ഈ 83നെ നമ്മൾ എന്ത് ചെയ്യണം, 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സോ മിസ് ഇവിടെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. 1, 2, 3, 4, 5, സെൻറ്ററിൽ 5 വരാം. ദെൻ 6, 7, 8, 9, 10. ഈ 10 ഇവിടെ വരുന്ന രീതിയിൽ നമ്മൾ ഈക്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് നോർത്തിങ്സ് ഏതാണെന്നാണ്. സോ നോർത്തിങ്സ് വരുന്നത് 35, 36 ആണ്. ഇതാണ് 2 നോർത്തിങ്സ് ആയിട്ട് വരുന്നത്. സോ നോർത്തിങ്സിൽ നമ്മൾ എടുക്കേണ്ടത് ഈ സ്മോൾ വാല്യൂ ആണ്. നോർത്തിങ്സിലെ സ്മോൾ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്, നോർത്തിങ്സിലെ സ്മോൾ വാല്യൂ എന്ന് പറയുന്നത് 35 നമ്മൾ എടുക്കുക. ദെൻ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ പാർട്സ് ആക്കണം. 10 ഈക്വൽ പാർട്സ് ആക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ഈക്വൽ പാർട്സ് ആക്കുക. ഇനിയാണ് നമ്മുടെ വർക്ക്. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ എഴുതിയ ഈസ്റ്റിങ്സിൻ്റെ ഈക്വൽ പാർട്സ് ആക്കിയതിൽ എവിടെയാണ് നമ്മുടെ വെല്ല് വരുന്നതെന്ന് കണ്ടുപിടിക്കുക. ചെറിയൊരു ഡിജിറ്റാണ് മാറിപ്പോകുന്നെങ്കിൽ കുഴപ്പമില്ല. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് അറിയാം വെല്ലിൻ്റെ ഇവിടെയാണ് വരുന്നത്, പക്ഷെ നമ്മൾ
2 എഴുതി വെക്കുക, അത് പൊട്ട തെറ്റാണ്. അങ്ങനെയല്ല, ചെറിയൊരു ഡിജിറ്റ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, കുഴപ്പമില്ല. സോ ഇതിൻ്റെ വരുന്നത് എവിടെയാണ്, ഒരു 7 or 8 ഒക്കെ ആയിട്ട് വരും നമ്മുടെ ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്, ഈസ്റ്റിങ്സിൻ്റെ ഈക്വൽ പാർട്സ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ 7 എഴുതി. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് എഴുതണം, നമ്മുടെ നോർത്തിങ്സ്. നോർത്തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 35, 36 ആണ്. അപ്പോൾ നമ്മൾ സ്മോൾ വാല്യൂ വി ക്യാൻ ടേക്ക് ദി 35 എടുത്തു. 35ൻ്റെ നമ്മൾ എന്താണ്, ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നമ്മുടെ വെല്ല് വരുന്നത് എന്താണ്, ഒരു 3 ഒക്കെ ആയിട്ട് വരും. 3 ഒക്കെ ആയിട്ട് വരുവാണെന്നെങ്കിൽ ഇതായിരിക്കും നമ്മുടെ ആൻസർ വരാം. 3, 4 ഒരു ചെറിയ ഡിജിറ്റിൽ ഡിഫറൻസ് വന്നെന്നോർത്ത് കുഴപ്പമില്ല. സോ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അതാണ് മിസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 83 എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റിങ്സ് ആണ്. 7 എന്ന് പറയുന്നത് ഈസ്റ്റിങ്സിനെ നമ്മൾ 10 ഈക്വൽ പാർട്സ് ആക്കിയത്. 35 എന്ന് പറയുന്നത് നോർത്തിങ്സ് ആണ്. ദെൻ 2 എന്ന് പറയുന്നത് നോർത്തിങ്സിൻ്റെ ഈക്വൽ പാർട്സ് ആണ്. സോ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൊക്കേറ്റ് ദ ഗ്രേവ്യാർഡ് യൂസിങ് 4 ഫിഗർ ഗ്രിഡ് റെഫറൻസ് മെത്തേഡ്. എന്താണ് പറയുന്നത്, ഗ്രേവ്യാർഡിൻ്റെ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് വരുമ്പോൾ എന്താണ്, ഇവിടെ നമ്മൾ ആദ്യം ഈസ്റ്റിങ്സ് കാണാം. ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് 85, 86, അതിൽ 85 എടുക്കുക. ദെൻ നമ്മൾ എടുക്കേണ്ടത് നോർത്തിങ്സ് ആണ്. 35, 36ൽ സ്മോൾ എമൗണ്ട് 35 എടുക്കുക. ദെൻ അതിനെന്ത് ചെയ്യുക, ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഈക്വൽ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ 1, 2, 3 നിമിഷം നേരത്തെ കാണിച്ചു തന്നതുപോലെ തന്നെ കറക്റ്റ് സെൻറ്ററിൽ 5 വരുന്ന രീതിയിൽ നമ്മൾ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ കറക്റ്റ് താഴേട്ട് നോക്കുമ്പോൾ അത് എത്രയിലാണോ വരുന്നത് അത് എഴുതുക. ചെറിയ ഡിജിറ്റ് മാറിയെന്ന് ഓർത്ത് കുഴപ്പമില്ല, പക്ഷേ ഈസ്റ്റിങ്സും നോർത്തിങ്സും മാറരുത്. അതുപോലെ നോർത്തിങ്സും നമ്മളിവിടെ എന്ത് ചെയ്യുക, ഈക്വൽ പാർട്സ് ആക്കുക. ഒരു 3 or 5, ഒരു 5 അല്ലെങ്കിൽ 4 ആയിട്ട് വരും നമ്മുടെ നോർത്തിങ്സിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അതെങ്ങനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 10 ആയിട്ടാണ് വരുന്നത്. സോ ഇത് 10 ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ പെൻസിൽ വെച്ച് തന്നെ നമുക്ക് വരയ്ക്കാം. അതിൽ അളവൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ ലൈൻസിൻ്റെ കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 5 ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ദെൻ ബാക്കി 4 ഇവിടെ വരിക, ഇവിടെയും 4 വരിക. സോ ഇങ്ങനെയാണ് ഈക്വൽ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ദെൻ അതിന് ശേഷം നമ്മൾ ഇവിടെ വരുന്നത്, ഇപ്പോൾ ലൈറ്റ് ഹൗസ് ആണെങ്കിൽ ഒരു 2 or 3 വരും. സോ അത് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഈസ്റ്റിങ്സും നോർത്തിങ്സും എഴുതാനായിട്ട്. ദെൻ ഐഡൻറ്റിഫൈ ദ കൾച്ചറൽ ഫീച്ചർ വിത്ത് ദ ഗ്രിഡ് റെഫറൻസ് 85, 33, 73. എന്താണ് പറയുന്നത്, ഈ കൊടുത്തിരിക്കുന്ന 6 ഡിജിറ്റ് ഗ്രിഡ് റെഫറൻസിൽ വരുന്ന കൾച്ചറൽ ഫീച്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൂടി മിസ് കാണിച്ചു തരാം. 85 ആണ് എടുത്തിരിക്കുന്നത്. 85 എന്ന് പറയുമ്പോൾ നമ്മുടെ ഈസ്റ്റിങ്സിൽ ഇതാണ്. ദെൻ പിന്നെ പറയുന്നത് 33 ആണ്. 33യും 73യും. 33 എന്ന് പറയുമ്പോൾ ഈ 3 എന്ന് പറയുന്നത് ഈ 85ൻ്റെ വരുന്നതായിരിക്കണം. അപ്പം ഇതാണ്. ദെൻ അതിനുശേഷം വരുന്ന നോർത്തിങ്സ് എന്ന് പറയുന്നത് 37 ആണ്. സോ ഇതാണ് നോർത്തിങ്സ്. അതിൽ വരുന്നത് 3 ആണ്. സോ ഇതാണ് നമ്മുടെ ജിയോഗ്രഫിക് ഫീച്ചർ. ലൈറ്റ് ഹൗസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. Then let's move to the next questions. 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, വാട്ട് ആർ ടോപ്പോഗ്രഫിക് മാപ്സ്? എന്താണ് ടോപ്പോഗ്രഫിക് മാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോപ്പോഗ്രഫിക് മാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ടോപ്പോഗ്രഫിക് മാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ മാർജിനൽ ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് ഓഫ് ടോപ്പോഗ്രഫിക് മാപ്പ്. ഇത് കമ്പൈൻ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ 2022-23 ചോദിച്ചിട്ടുള്ളതാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ചോദിക്കും ടോപ്പോഗ്രഫിക് മാപ്പ് എന്താണെന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നന്നായിട്ട് പഠിച്ചിരിക്കുക. ടോപ്പോഗ്രഫിക് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സ്കെയിൽ മാപ്പ്. എന്താണ്, ഒരു ലാർജ് സ്കെയിൽ മാപ്പാണ് അല്ലേ. ദെൻ വിച്ച് ഡിപിക്റ്റ് ഇൻ ഈ ഡീറ്റെയിൽ ഓൾ നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് ഫീച്ചേഴ്സ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത്. എന്താണ്, നമ്മുടെ സർഫസ് ഓഫ് എർത്തിൽ ഓൾ നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ്, അതായത് നാച്ചുറലിയും അതുപോലെ തന്നെ മാൻ മെയ്ഡ് കൾച്ചറൽ ഫീച്ചേഴ്സും എല്ലാം കാണിക്കുന്ന, എല്ലാ ഡീറ്റെയിൽസിനെയും നമുക്ക് കാണിക്കുന്ന ഒരു ലാർജ് സ്കെയിൽ മാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക, ടോപ്പോഗ്രഫിക് മാപ്പ് എന്ന് പറയാം. ക്ലിയർ ആയോ അത്?
ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ദീസ് മാപ്സ് പ്രൊവൈഡ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് ദി കമ്പാരിറ്റീവ്ലി സ്മോൾ ഏരിയാസ്. എന്താണ്, ചെറിയ ഏരിയാസിൽ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും സ്മോൾ തിങ്സ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഈ ടോപ്പോഗ്രഫിക് മാപ്പിൽ കാണാൻ പറ്റും. ദെൻ ഇനി ചോദിച്ചിരിക്കുന്നത് മാർജിനൽ ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം. The general information given outside the margins in the topographic map. എന്താണ് ടോപ്പോഗ്രഫിക് മാപ്പിൻ്റെ മാർജിന് പുറത്ത് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മാർജിനൽ ഇൻഫോർമേഷൻസ് എന്ന് പറയുക. അതായത് എക്സാമ്പിൾ പറയുന്നത് ടോപ്പോ ഷീറ്റ് നമ്പർ, അതായത് നമ്മൾ മാപ്പിന് ഓരോ ഷീറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ മാപ്പിൻ്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ്, നെയിം ഓഫ് ദ ഏരിയ, ആ ഏരിയയുടെ പേര്, അതുപോലെ ലാറ്റിറ്റ്യൂഡ്സ്, ലോഞ്ചിറ്റ്യൂഡ്സ്, സ്കെയിൽ ഓഫ് ദ മാപ്പ്, മാപ്പിൻ്റെ സ്കെയിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. സോ ഇതൊക്കെയാണ് എന്ത് ഈ മാർജിനൽ ഇൻഫോർമേഷൻസിൽ വരുന്ന മാപ്പിൻ്റെ പുറത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പറയുന്നത് കൾച്ചറൽ ഫീച്ചേഴ്സ്. കൾച്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൽമെൻറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോഡ്സ്, ബൗണ്ടറീസ്, പ്ലേസ് ഓഫ് വർഷിപ്പ്, അഗ്രികൾച്ചറൽ ലാൻഡ്സ്, post office, police station, bridges, etc. are a few cultural features shown in topo sheet. എന്താണ് നമ്മുടെ കൾച്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മാൻമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മാൻമെയ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് കൾച്ചറൽ ഫീച്ചേഴ്സിൽ വരിക. എന്താണ്, സെറ്റിൽമെൻറ്റ്, അതുപോലെ റോഡ്, ബൗണ്ടറീസ്, വർഷിപ്പ് കാര്യങ്ങളൊക്കെ മാൻമെയ്ഡ് ആണ്. സോ ഇതായിരിക്കും എന്ത് കൾച്ചറൽ ഫീച്ചേഴ്സിൽ വരിക. ഓക്കെ. Then next നോക്കാം, name the central government agency entrusted to the preparation of topographic maps in India. നമ്മുടെ ഇന്ത്യയിൽ ടോപ്പോഗ്രഫിക് മാപ്പ് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനിയും കുറേ ഉണ്ടോ? ഉണ്ട്, ഇനിയും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് പറയുന്നത് നോക്കാം, നമ്മുടെ ടോപ്പോഗ്രഫിക് മാപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? സർവേ ഓഫ് ഇന്ത്യ. ടോപ്പോഗ്രഫിക് മാപ്പ് ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് ഈസ് മീൻ ബൈ ഇൻ്റർവിസിബിലിറ്റി ഇൻ ടോപ്പോഗ്രഫിക് മാപ്പ്. എന്താണ് ടോപ്പോഗ്രഫിക് മാപ്പിൻ്റെ ഇൻ്റർവിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് 2022 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇൻ്റർപ്രിട്ടേഷൻ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അറിഞ്ഞിരിക്കുക. ഇനി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എ മാപ്പ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വെദർ ടു പ്ലേസസ് ആർ ഇൻ്റർവിസിബിൾ. എന്താണ് മാപ്പ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റണം? ഇൻ്റർവിസിബിൾ ആയിരിക്കണം. ടു പ്ലേസസ് എന്ന് പറയുന്നത് വിസിബിൾ ആയിരിക്കണം അല്ലേ. ഇഫ് എനി ടു പ്ലേസസ് ആർ മ്യൂച്വലി വിസിബിൾ, ടു പ്ലേസസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ then we can establish these places are intervisible. Okay, then intervisibility assessment is being applied for erecting electric post, മൾട്ടിപ്പിൾ ടവേഴ്സ്, വയർലെസ് ട്രാൻസ്മിഷൻ ടവേഴ്സ് എക്സെട്ര. സോ ഇതെന്താണ് മൊബൈൽ ടവേഴ്സും അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ നിർമ്മിക്കുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഈ ഇൻ്റർവിസിബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഫോർ അസസിങ് ദ ഇൻ്റർവിസിബിലിറ്റി ഫസ്റ്റ് ദ ഷേപ്പ് ഓഫ് ദി ടെറൈൻ മസ്റ്റ് ബി ഫൈൻഡ് ഔട്ട്. എന്ത് ചെയ്യണം നമ്മൾ? ഈ ഷേപ്പ്, ഈ ടെറൈൻ്റെ ഷേപ്പ് നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ ബൈ അനലൈസിങ് ഗിവൺ ഷേപ്പ് വി ക്യാൻ അസസ് ദ ഇൻ്റർവിസിബിലിറ്റി ബിറ്റ്വീൻ പ്ലേസസ്. അപ്പോൾ ഇൻ്റർവിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വെദർ ടു പ്ലേസസ് ആർ ഇൻ്റർവിസിബിൾ ആണെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മിസ്സ് പറഞ്ഞതാണ് ടോപ്പോഗ്രഫിക് മാപ്സ്. സോ ടോപ്പോഗ്രഫിക് മാപ്സ് എന്താണെന്ന് മിസ്സ് പറഞ്ഞു. അതുപോലെ തന്നെ ടോപ്പോഗ്രഫിക് മാപ്സിൻ്റെ യൂസസ് കൂടി നിങ്ങളത് കമ്പൈൻ ചെയ്ത് പഠിച്ചു വെക്കാം. മിസ്സ് അതിൽ പറഞ്ഞതാണ് എന്ത് ടോപ്പോഗ്രഫിക് മാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തിങ്സും മാൻമെയ്ഡും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവില്ല. സോ അത് തന്നെ നമുക്ക് ഫസ്റ്റ് യൂസസ് ആയിട്ട് എടുക്കാം ടു ഐഡൻറ്റിഫൈ ദി മാൻമെയ്ഡ് ആൻഡ് നാച്ചുറൽ ഫീച്ചേഴ്സ് എന്ന് എഴുതാം. അതൊരു നമുക്കൊരു ഫീച്ചറായിട്ട് എഴുതാം. ദെൻ നെക്സ്റ്റ് നോക്കാം, ഫോർ അർബൻ പ്ലാനിങ് നഗരാസൂത്രണം, അർബൻ പ്ലാനിങ്ങിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ടോപ്പോഗ്രഫിക് മാപ്പ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ടു അണ്ടർസ്റ്റാൻഡ് ലാൻഡ് യൂസ്,
ലാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത് നമുക്ക് ടോപ്പോഗ്രാഫിക് മാപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പോഗ്രഫി, എന്താണ് നമ്മുടെ ടോപ്പോഗ്രഫി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ദ ഫോർത്ത് പോയിന്റ് ഫോർ റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് അലോക്കേഷൻ, അത് എന്താണ് പറയുന്നത്, നമ്മുടെ റിസോഴ്സ് എങ്ങനെയാണ് കൺസർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യുന്നത് അതൊക്കെ മനസ്സിലാക്കാനായിട്ട് എന്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഈ ടോപ്പോഗ്രാഫിക് മാപ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ടോപ്പോഗ്രാഫിക് മാപ്പും അതിൻ്റെ യൂസസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഇതാണ് നമ്മുടെ ചാപ്റ്റർ 4 മിസ് പറഞ്ഞ. ചാപ്റ്റർ 4 നമ്മൾ ടോപ്പോഗ്രാഫിക് മാപ്പ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗ്രിഡ് റെഫറൻസ് എങ്ങനെ എഴുതുന്നതെന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ചാപ്റ്റർ 5 എന്താണ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ. ഇത് നമുക്ക് മനസ്സിലായല്ലേ, കുറച്ച് എക്കണോമിക്സ് ടച്ചാണ് ഇതിൽ വരുന്നത്. നോക്കാം, പബ്ലിക്കിൻ്റെ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ പബ്ലിക് റവന്യൂവിനെ കുറിച്ചിട്ടാണ് നോക്കുക. 2018-2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഐഡൻറ്റിഫൈ ദ ടാക്സ് ഇമ്പോസ്ഡ് ബൈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. എന്താണ്, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ഇതിലേതാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഏതാണ് ആൻസർ, നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ് ആണ്. ഈ പ്രോപ്പർട്ടി ടാക്സ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ്. ബാക്കിയൊക്കെ ഏതാണ്, ഇത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. സെൻട്രൽ GSTയും കോർപ്പറേറ്റ് ടാക്സും ഇമ്പോസ് ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും ആണ്. ഇത് നമ്മൾ ഈ സി വെച്ചിട്ട് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 1-2 എക്സാമ്പിൾസ് അതിൽ നോട്ട് ചെയ്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് പറയുന്നത് എക്സ്പ്ലെയിൻ എനി 4 നോൺ ടാക്സ് റവന്യൂ സോഴ്സസ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ നോൺ ടാക്സ് റവന്യൂ സോഴ്സസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ടാക്സ് അല്ലാതെയുള്ള റവന്യൂ സോഴ്സസ്, വരുമാന മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് 2019-ലും 2023-ലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അത് ഏതാണെന്ന് നോക്കാം. ഏതാണ്, ഫസ്റ്റ് വൺ ആണ് ഫീസ്. ഫീസാണ് ഫസ്റ്റ് വൺ. എങ്ങനെയാണ് ഫീസ് കിട്ടുന്നത്, റിവാർഡ് കളക്റ്റഡ് ഫോർ ദി ഗവൺമെൻറ് സർവീസസ്. എന്താണ്, ഗവൺമെൻറ് സർവീസസിന് വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുന്ന റിവാർഡാണ് ഏത്, ഫീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലൈസൻസ് ഫീസ്, ട്യൂഷൻ ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് എക്സെട്ര. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ ദി ഫീസ്. നെക്സ്റ്റ് പറയുന്നത് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്. ഫൈൻസും പെനാൽറ്റീസും ആണ് നെക്സ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ പണിഷ്മെൻറ്റ് ഫോർ വയലേറ്റിംഗ് ദ ലോസ്. എന്താണ്, നമ്മൾ ഈ ലോയൊക്കെ വയലേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ പോലീസൊക്കെ പിടിക്കുമ്പോൾ എന്താണ്, നമ്മുടെ നിന്ന് പെറ്റി വാങ്ങൂലേ, ഫണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി തരും, നമ്മളപ്പോൾ തന്നെ ഫണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് വീട്ടിലേക്ക് വരും അല്ലേ. സോ അതാണ് ഇവിടെ പറയുന്നത് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്. നെക്സ്റ്റ് ആണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇതെന്ന് പറയുന്നത് ഗ്രാൻസ്. ഗ്രാൻസിൽ എന്താ പറയുന്നത്, ഫിനാൻഷ്യൽ എയ്ഡ് പ്രൊവൈഡഡ് ബൈ വൺ ഗവൺമെൻറ് ടു അനദർ. ഒരു ഗവൺമെൻറ് കൊടുക്കുന്ന ഫിനാൻഷ്യൽ എയ്ഡ് ആണ്, സാമ്പത്തികമായിട്ട് കൊടുക്കുന്ന ഒരു സഹായമാണ് ഏത്, ഗ്രാൻസ് എന്ന് പറയുന്നത്. ഗ്രാൻഡിൽ വരുന്നതാണ്. ഗ്രാൻസ് ആർ പ്രൊവൈഡഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ടു ലൊക്കേറ്റ് സെൽഫ് ഗവൺമെൻറ്. ആർക്കാണ് കൊടുക്കുന്നതാണ്, നമ്മുടെ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഗ്രാൻഡ്. സോ ഇതാണ് അതിന് എക്സാമ്പിൾ പറയുന്നത്. സോ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നോൺ ടാക്സ് റവന്യൂ സോഴ്സസ് എന്ന് പറയുന്നതാണ് ഇത്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാം. ഒന്ന് ഫീസ്, ഇത് നമ്മുടെ മിസ്സ് പറഞ്ഞ പോലെ നമ്മുടെ പോലീസിന് ഓർത്തിരുന്നതിനാൽ നമുക്കിത് കിട്ടും അല്ലേ. നിങ്ങളിപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന കുട്ടികളാണ്, അപ്പോൾ ഇടയ്ക്കൊക്കെ പോലീസ് പിടിക്കാറൊക്കെ ഉണ്ടാകും. സോ ഫൈൻ ആൻഡ് പെനാൽറ്റി എന്ന് പറയുന്നത്, ദെൻ ഗ്രാൻസ്. So next one, what are the reasons for the increase in India's public expenditure? 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇന്ത്യയുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ, പൊതു ചെലവ് കൂടാനുള്ള കാരണങ്ങൾ. നമ്മുടെ പബ്ലിക്കിന്, അതായത് നമ്മുടെ ഗവൺമെൻറ്റിന് ചെലവ് കൂടണമെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമ്പോഴായിരിക്കും? നമ്മുടെ ചെലവ് കൂടുന്നത് എങ്ങനെയാണ്? നമ്മുടെ വീട്ടിലെ ചിലവൊക്കെ കൂടുന്നത് എപ്പോഴാണ്? നമ്മൾ അൺനെസസറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയില്ല. ഇപ്പോൾ നമ്മൾ വീട്ടിൽ പറയും എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫാദറിന് എന്താണ്, ചിലവ് കൂടും, ചിലവ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ടല്ലേ. സോ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ എങ്ങനെയായിരിക്കും ഇൻക്രീസ് ചെയ്യുക? ഇൻക്രീസ്ഡ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ. എന്താണ്, ഡിഫൻസ് എക്സ്പെൻഡിച്ചർ കൂടുമ്പോഴും അതുപോലെ പോപ്പുലേഷൻ കൂടുമ്പോൾ, അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പോപ്പുലേഷൻ കൂടുമ്പോൾ എന്താണ്, ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ നേഷന് വേണ്ടി ചെയ്യണം അല്ലേ. സോ ദിസ് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് വൺ. ദെൻ സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ്, സാമൂഹ്യ ക്ഷേമത്തിന് വേണ്ടി ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നതിലൂടെയും increase the public expenditure. Then the last one is developmental activities. നമ്മുടെ നേഷന് എന്തെങ്കിലും നമ്മൾ ഡെവലപ്മെൻ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതും എന്താണ്, it leads to the increase in the public expenditure. Then the next question, write any 3 recommendations of GST Council.
ഇവിടെ നമ്മൾ പറയുന്നത് GST കൗൺസിലിനെ കുറിച്ചിട്ടാണ്. GST കൗൺസിലിൻ്റെ ഏതെങ്കിലും 3 റെക്കമെൻഡേഷൻസ്, ശുപാർശകൾ എഴുതാനാണ്. ഏതൊക്കെയാണ് റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് നോക്കിയാലോ. ടാക്സസ്, സെസ് ആൻഡ് സർചാർജസ് ദാറ്റ് ആർ ടു ബി merged into GST. ഫസ്റ്റ് റെക്കമെൻഡേഷൻ, ശുപാർശയായിരുന്നു എന്ത്? GSTയിലേക്ക് എന്ത് മെർജ് ചെയ്യണം? ടാക്സസും സെസ്സും സർചാർജൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ GSTയിലേക്ക് ആഡ് ചെയ്യണം, മെർജ് ചെയ്യണം. ദെൻ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ ടു ബി ബ്രോട്ട് അണ്ടർ GST. എന്താണ് പറയുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നതും നമ്മൾ എന്തിലാക്കണം? GSTയിലേക്ക് ആഡ് ചെയ്യണം. ദെൻ ഡിറ്റർമൈനിങ് GST റേറ്റ് ഡിറ്റർമൈൻ ചെയ്യണം. അതും GST കൗൺസിലിൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നത് ദ ടൈം ഫ്രെയിം for including the excluded items into GST. അതായത് ഇവിടെ പറയുന്നത് GSTയിൽ നമ്മൾ ആഡ് ചെയ്യാത്ത, എക്സ്ക്ലൂഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ. സോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഒരു ടൈം ഡിറ്റർമൈൻ ചെയ്യുക, ഒരു സമയം അതിന് വേണ്ടി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. ദെൻ ഡിറ്റർമൈനിങ് ദ ടാക്സ് എക്സംഷൻ ലിമിറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദി ടോട്ടൽ ടേൺ ഓവർ. എന്താണ്? ടോട്ടൽ ടേൺ ഓവറിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുക? ടാക്സ് എക്സെപ്ഷൻ ലിമിറ്റ്, ഒരു ടാക്സിൻ്റെ ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഡിറ്റർമൈൻ ചെയ്യുക. സോ ദീസ് ആർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദി GST കൗൺസിൽ. GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻസ് ആണ് ഈ പറഞ്ഞത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പേഴ്സണൽ ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ്. ഇവിടെ പറയുന്നത് എന്താണ്? പേഴ്സണൽ ഇൻകം ടാക്സും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഇൻകം ടാക്സും എന്താണ്? ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ? എന്താണ്? ഇറ്റ് ഈസ് ദ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ്. എന്താണ്? നമ്മുടെ ഇൻഡിവിജ്വൽസിൻ്റെ ഇൻകത്തിന് മുകളിൽ നമ്മൾ കൊടുക്കുന്ന, ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ്. ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ നമുക്ക് കിട്ടുന്ന, ഇപ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ മുകളിൽ നമുക്ക് ഇമ്പോസ് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കേണ്ട ഇത്ര ഇൻകം വരുമ്പോൾ നമ്മൾ ഇത്ര % ഓഫ് ടാക്സ് കൊടുക്കണം. സോ അതാണ് പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ പറയുന്നത് ഇഫ് ദ ഇൻകം ഇൻക്രീസസ്, എന്താണ് പറയുന്നത്? പേഴ്സണൽ ഇൻകം ടാക്സ്, ദ ഇൻകം ടാക്സ് ഓൾസോ ഇൻക്രീസസ്. എന്താണ് പറയുന്നത്? നമ്മുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ടാക്സ്, നമ്മൾ കൊടുക്കുന്ന ടാക്സിൻ്റെ റേറ്റും ഓൾസോ ഇൻക്രീസസ്. ദെൻ പിന്നെ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ടാക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ടാക്സ് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ദെൻ നെക്സ്റ്റ് മിസ് ചോദിച്ചത് കോർപ്പറേറ്റ് ടാക്സ് ആണ്. എന്താണ് കോർപ്പറേറ്റ് ടാക്സ്? ദിസ് ഈസ് ദ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ദി നെറ്റ് ഇൻകം ഓർ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനീസ്. അത് പറയുന്നത് കമ്പനീസിൻ്റെ പ്രോഫിറ്റിൻ്റെ മുകളിൽ നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയാം. ഓരോ കമ്പനികളുടെയും പ്രോഫിറ്റ്, അവരുടെ ലാഭം എന്താണോ അതിന് മേളിൽ നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആയിരിക്കും കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ദെൻ ഇത് നോക്കാം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സർചാർജ് ആൻഡ് സെസ്. എന്താണ് സർചാർജും സെസ്സും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർചാർജ് എന്താ? സർചാർജ് ഈസ് ആൻ അഡീഷണൽ ടാക്സ് ഓൺ ടാക്സ് എമൗണ്ട്. ടാക്സ് എമൗണ്ടിൻ്റെ മുകളിൽ നമ്മൾ വരുത്തുന്ന അഡീഷണൽ ടാക്സ് ആണ് സർചാർജ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഇമ്പോസ്ഡ് ഫോർ എ സർട്ടൺ പീരീഡ് ഓഫ് ടൈം. ചെറിയ പീരീഡ് ഓഫ് ടൈമിലായിരിക്കും നമ്മളിത് ഇമ്പോസ് ചെയ്യുക. യൂഷ്വലി സർചാർജ് ഈസ് ഇമ്പോസ്ഡ് ആസ് എ ഗിവൺ % ഓൺ ദ ഇൻകം ടാക്സ്. എന്താണ്? ഇൻകം ടാക്സിൻ്റെ ഒരു % ആയിരിക്കും നമ്മൾ സർചാർജ് ആയിട്ട് ഇമ്പോസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സെസ് എന്താണ്? സെസ് ഈസ് ആൻ അഡീഷണൽ ടാക്സ് ഫോർ മീറ്റിംഗ് സം സ്പെഷ്യൽ പർപ്പസ് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസ്, എന്തെങ്കിലും ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു എയിം നമ്മൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു അഡീഷണൽ ടാക്സ് ആണ് സെസ് എന്ന് പറയുന്നത്. സെസ് ഈസ് വിഡ്രോൺ വൺ സഫീഷ്യൻറ്റ് റവന്യൂസ് കളക്ടഡ്. നമുക്ക് വേണ്ട റവന്യൂ, അതായത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എന്ത് ആവശ്യമാണോ അതിനുള്ള റവന്യൂ കിട്ടിക്കഴിഞ്ഞതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ സെസ് നമുക്ക് എടുത്തു മാറ്റാനായിട്ട് സാധിക്കും. സോ ഇതാണ് സർചാർജും സെസ് എന്ന് പറയുന്നത്. സർചാർജ് ഓർത്തിരിക്കാൻ, സർചാർജ് അതായത് ഓൾറെഡി ഉള്ള ടാക്സിൻ്റെ മേളിൽ നമ്മളൊരു എമൗണ്ട് കൂടി എന്ത് ചെയ്യും? ഇമ്പോസ് ചെയ്യും. സോ നെക്സ്റ്റ് പറയുന്നത് വാട്ട് ആർ ദ കോസസ് ഫോർ ഇൻക്രീസിങ് പബ്ലിക് ഡെപ്റ്റ് ഇൻ ഇന്ത്യ. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള അതേ റീസൺസ് തന്നെയാണ് പബ്ലിക് ഡെപ്റ്റ്, കടം ഇൻക്രീസ് ചെയ്യാനുള്ള, പബ്ലിക് ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺ. 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതും എന്താണ്? ഇൻക്രീസ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. സോ ദീസ് ആർ ദ causes for increasing the public debt.
ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. എന്താണ് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടാക്സ് ഈസ് പെയ്ഡ് ബൈ ദ പേഴ്സൺ ഓൺ ഹൂം ഇറ്റ് ഈസ് ഇമ്പോസ്. എന്താണ്? ആരുടെ മേളിലാണോ ടാക്സ് ചുമക്കുന്നത് അയാൾ തന്നെ ടാക്സ് കൊടുക്കുന്നതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ദെൻ ടാക്സ് ബേർഡൻ എടുക്കുന്നത് ആരായിരിക്കും? ടാക്സ് പേയർ. അതായത് ഇപ്പോൾ ഞാനാണ് ടാക്സ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ തന്നെയായിരിക്കും അതിൻ്റെ ബേർഡനും എടുക്കേണ്ടത്. ഓക്കെ, ദെൻ കമ്പാരിറ്റീവ്ലി ഹൈ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് ഫോർ ടാക്സ് കളക്ഷൻ. ദെൻ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടാക്സ് ചുമത്തുന്നത് ഒരാളിലും അത് പേ ചെയ്യുന്നത് വേറൊരാളായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബേർഡൻ എടുക്കുന്നത് ആരായിരിക്കും? ടാക്സ് പേ ചെയ്യുന്ന ആളായിരിക്കില്ല അതിൻ്റെ ബേർഡൻ എടുക്കുക. സോ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് അതാണ്. The next question, public expenditure is classified into developmental and non-developmental expenditure. Differentiate the two. എന്താണ് പറയുന്നത്? എക്സ്പെൻഡിച്ചറിനെ, പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ, പൊതു ചെലവിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പൊതു ചെലവ്, അതായത് ഗവൺമെൻറ് ചെയ്യുന്ന ചെലവ് രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ഡെവലപ്മെൻറ്റിന് വേണ്ടിയും അല്ലാത്ത നോൺ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ളതും വികസനത്തിനുള്ളതും വികസനത്തിനല്ലാതെയുള്ള ചെലവ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെവലപ്മെൻറ്റൽ ആൻഡ് നോൺ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. നോക്കാം. ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ കൺസ്ട്രക്ടിങ് റോഡ്സ്. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഡെവലപ്മെന്റിൽ വരുന്നതാണ് അല്ലേ? റോഡ്സ് കൺസ്ട്രക്ട് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് ന്യൂ എന്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യുക, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യുക, ഇതൊക്കെ വരുന്നതാണ് എന്ത്? ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടി ഹെൽപ്ഫുൾ ആണല്ലേ? അങ്ങനെയാണെങ്കിൽ നോൺ ഡെവലപ്മെന്റ് എന്താണ്? എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ വാറൊക്കെ നടത്തി എക്സ്പെൻഡിച്ചർ, പൈസ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. സോ വാറ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്, പെൻഷൻസ് കൊടുക്കുന്നത്, ഇതൊന്നും എന്തല്ല? ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അല്ല. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി നോൺ ഡെവലപ്മെന്റൽ expenditure. So I hope it is clear. The next one, what is fiscal policy? Then how does it influence the progress of the nation? എന്താണ് ഫിസിക്കൽ പോളിസി? അതുപോലെ തന്നെ ഇത് നമ്മുടെ നേഷൻ്റെ പ്രോഗ്രസ്സിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അപ്പോൾ ഫിസിക്കൽ പോളിസി എന്ന് വെച്ചാൽ എന്താ? ഗവൺമെൻറ്റ്സ് പോളിസി റിഗാർഡിംഗ് പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെപ്റ്റ് ഈസ് കോൾഡ് ഫിസിക്കൽ പോളിസി. എന്താണ്? ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണല്ലേ? ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് എന്തിനെ കുറിച്ചിട്ടുള്ള? പബ്ലിക് റവന്യൂ, പൊതുവരുമാനം, അതുപോലെ തന്നെ പൊതു ചെലവും പൊതു കടവും, ഇത് മൂന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് എന്തെന്ന് പറയുന്നത്? ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് റിഗാർഡിംഗ് പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെപ്റ്റ്. ദെൻ ഫിസിക്കൽ പോളിസി ഇൻഫ്ലുവൻസ് എ കൺട്രീസ് പ്രോഗ്രസ്. ഇനി നമ്മൾ പറയുന്നത് ഇൻഫ്ലുവൻസ് ആണ്. എന്താണ്? ഫിസിക്കൽ പോളിസി എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? കൺട്രിയുടെ പ്രോഗ്രസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Then next പറയുന്നത് എ സൗണ്ട് ഫിസിക്കൽ പോളിസി ഹെൽപ്പ് ഇൻ നറിഷിംഗ് ദ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ആൻഡ് ടു അറ്റൈൻ ഗ്രോത്ത്. എന്താണ് ഫിസിക്കൽ പോളിസി? അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഗ്രോത്ത് അറ്റൻഡ് ചെയ്യുന്നതിനും ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഇംപ്രൂവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ ഫിസിക്കൽ പോളിസിയുടെ ഗോൾസ് ആണ് പറയുന്നത്. എന്താണ് ഫിസിക്കൽ പോളിസിയുടെ ഗോൾസ് എന്ന് പറയുന്നത്? ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്കൽ പോളിസിയുടെ ഗോൾസ് എന്ന് പറയുന്നത് അറ്റൈൻ എക്കണോമിക് സ്റ്റെബിലിറ്റി, ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കൺട്രോൾ അൺനെസസറി എക്സ്പെൻഡിച്ചർ. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറൊക്കെ കൺട്രോൾ ചെയ്യാനും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനും എക്കണോമിക് ഗ്രോത്തൊക്കെ വേണ്ടിയാണ് എന്ത് ഈ ഫിസിക്കൽ പോളിസി കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ ദിസ് ഈസ് അവർ നെക്സ്റ്റ് ചാപ്റ്റർ, ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനാലിസിസ്. ഇതിൻ്റെ അകത്ത് എന്താ പറയുന്നത്? എന്താണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്? എലൂസിഡേറ്റ് ദ ഫോളോയിങ് ടേംസ് റിലേറ്റഡ് ടു റിമോട്ട് സെൻസിങ്. 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സ്റ്റീരിയോ പെയർ, സ്റ്റീരിയോസ്കോപ്പ്, അതുപോലെ തന്നെ ഓവർലാപ്പ്. ഇത് മൂന്ന് ടേംസും എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നോക്കാം. Two adjacent aerial photographs are known as a stereo pair. Stereo pair എന്ന് പറയുന്നത് എന്താണ്? Two adjacent aerial photographsനെയാണ് നമ്മൾ stereo pair എന്ന് പറയുക. Then stereoscope is the instrument that provides three-dimensional views from aerial photographs. Aerial photographsൽ നിന്ന് നമുക്കൊരു 3-dimensional view തരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്? സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത്. Then each aerial photographs covers about 60% area of the adjacent photographs also. This is called overlap of aerial photographs. Overlap എന്ന് പറയുന്നത് എന്താണ്? ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് 60% ഏരിയ കവർ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഓവർലാപ്പ് എന്ന് പറയാം.
സോ ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് മിസ് വിചാരിക്കുന്നു. മിസ് കുറച്ച് സ്പീഡിൽ പോവുകയാണ്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മെൻഷൻ ദ യൂസസ് ഓഫ് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, GIS എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. മിസ് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വേഗം വരാം. ഇത് ഓക്കെ, വെൽക്കം ബാക്ക് ടു ക്ലാസ്. നോക്കാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞത് ഏതായിരുന്നു? നിങ്ങൾ നോക്കിയോ ആൻസർ എന്താണെന്ന്? GISന്റെ യൂസസ് എന്താണെന്ന്? എന്താ? കമ്പൈൽ ഡാറ്റ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസിൻ്റെ ഡാറ്റാസ് നമുക്ക് കമ്പൈൻ ചെയ്ത് കിട്ടുന്നു. അതുപോലെ അപ്ഡേറ്റ് ആയിട്ട് ഇൻകോപ്പറേറ്റ് ഡാറ്റ ഈസിലി അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് ഡാറ്റാസ് കിട്ടുന്നു. കണ്ടക്ട് തീമാറ്റിക് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നു. റെപ്രസെൻറ്റ് ജിയോഗ്രഫിക് ഫീച്ചേഴ്സ് സ്പെഷ്യലി, എന്താണ് പറയുന്നത്? സ്പെഷ്യലി. ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മുടെ GISന്റെ യൂസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Then next one, what is remote sensing? Explain any 2 methods of remote sensing based on platforms. ഇതൊരു 5 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഒരു 5 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിന് എന്തായാലും ഉണ്ടാകും. റിമോട്ട് സെൻസിങ് എന്താണെന്നുള്ളത് എന്താണ്? ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ ഒബ്ജെക്ട്, പ്ലേസ് ഓർ ഫിനോമിനൻ വിത്തൗട്ട് ആക്ച്വൽ ഫിസിക്കൽ കോണ്ടാക്ട്. ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ നമുക്ക് എന്താണ് മെത്തേഡ്സ്, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അതിൻ്റെ 2 മെത്തേഡ്സ് എന്ന് പറയുന്നതാണ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി. അതെന്ന് പറയുന്നത് എന്താണ്? എർത്ത് സർഫസിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന, ഹൈ എലിവേഷനിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ പറ്റുന്നതാണ് അതെന്ന് പറയുന്നത്. ദെൻ ടേക്കിംഗ് പിക്ചേഴ്സ് യൂസിങ് ക്യാമറാസ്, അതാണ് എക്സാമ്പിൾസ്. ഏരിയൽ റിമോട്ട് സെൻസിംഗ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദി എർത്ത് സർഫസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ക്യാമറാസ് ഫിക്സഡ് ഓൺ ദി ബലൂൺസ് ഓൺ എയർക്രാഫ്റ്റിലൊക്കെ കണക്ട് ചെയ്യുന്ന ക്യാമറാസ് യൂസ് ചെയ്തിട്ട് പിക്ചേഴ്സ് എടുക്കാൻ പറ്റുന്നതാണ്. ദെൻ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ സെൻസേഴ്സ് കണക്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ഡീറ്റെയിൽസ് എടുക്കുന്നതിനെയാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയാം. ദെൻ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഏരിയൽ റിമോട്ട് സെൻസിങ്? ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. 2022 ചോദിച്ചതാണ് ഏരിയൽ റിമോട്ട് സെൻസിങ്ങിൻ്റെ. നമുക്ക് എന്തായാലും നമ്മുടെ ഒരു ബേസിക് നോളജ് വെച്ചിട്ട് എഴുതാൻ പറ്റൂല. എന്താണ്? എയേഴ്സിൽ ഷെയ്ക്ക് ഒക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് എടുക്കാനൊക്കെ പറ്റില്ല. അതുപോലെ തന്നെ ടേക്ക് ഓഫിന് എന്താണ് ഒരു പ്ലെയിൻ ഏരിയാസ് വേണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഫ്യൂവൽ റീഫിൽ ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ്. നിങ്ങളിതൊക്കെ പഠിച്ചതാണ്. സോ വാട്ട് ഡു ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് റിമോട്ട് സെൻസിങ് ഇൻഡിക്കേറ്റർ? റിമോട്ട് സെൻസിങ് ആയിട്ട് വരുന്ന ഫീൽഡ്, അതായത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. എമൗണ്ട് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ റിഫ്ലക്റ്റഡ് ബൈ ഈച്ച് സബ്ജക്ട്, എന്താണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ. സോ ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കുക. നമ്മൾ റിമോട്ട് സെൻസിങ്ങിൽ ഡാറ്റ കളക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസാണ് സെൻസേഴ്സ് എന്നൊക്കെ പറയുന്നത്. സോ ഇനി പറയുന്നത് GISന്റെ യൂസസ് ആണ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇത് ഒരു 6 മാർക്കിന് വരാം. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ, സാറ്റലൈറ്റിൻ്റെ ഫീച്ചേഴ്സ് ഏതാണ്? അതായത് ജിയോ സ്റ്റേഷനറി വരുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് സൺ സിൻക്രോണസ് വരുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിമോട്ട് സെൻസിങ് ടെക്നോളജിയുടെ യൂസസ് ആണ്. എന്താണ്? നമുക്ക് വെതറൊക്കെ ഒബ്സർവ് ചെയ്യാൻ, അതുപോലെ ഓഷ്യൻ എക്സ്പ്ലോറേഷനൊക്കെ, ഓയിൽ എക്സ്പ്ലോറേഷനൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്.
ആ ചാപ്റ്ററിൽ നിന്ന് മാച്ച് ദ ഫോളോയിങ് എക്സ്പെക്ട് ചെയ്യാം. സോ നിങ്ങൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കുക. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്, ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. നിങ്ങൾ എന്നാലും ഒന്ന് നോക്കി വെക്കുക. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ മൗണ്ടെയിൻ റേഞ്ചസ് ഒക്കെയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഏതാണ്? ഹിമാലയ മൗണ്ടെയിൻ റേഞ്ചസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ശിവാലിക്കാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് മോൾഡ് ചെയ്യുന്നതിൽ ക്ലൈമറ്റിൻ്റെ ഒക്കെ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ പറയുന്നത് നമ്മുടെ ഫോറിൻ ഇൻവേർഷൻസ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ മൺസൂൺ വിൻസ് ഒക്കെ ബ്ലോക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡ്രൈ കോൾഡ് വിൻസ് ഒക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ പിന്നെ ഇവിടെ പറയുന്നത് സോഴ്സ് റീജിയൻ ഓഫ് റിവേഴ്സ്, ഫ്ലോറ ഫ്യൂഡയുടെ ഒക്കെ എമർജൻസ് ഒക്കെ പറയുന്നുണ്ട്. ദെൻ പിന്നെ പറയുന്നത് ശിവാലിക്കിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് നോട്ട് എഴുതാനാണ്. എന്താണത്? ഹിമാചലിൻ്റെ സിറ്റുവേറ്റഡ് ടു ദി സൗത്ത് ഓഫ് ദി ഹിമാചലിൻ്റെ സൗത്ത് സൈഡിലാണെന്നും അതിൻ്റെ ആവറേജ് ഓൾട്ടിറ്റ്യൂഡും കാര്യങ്ങളും, ദെൻ അതിൽ വരുന്ന ബ്രോഡ് ഫ്ലാറ്റ് വാലി സീൻ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. എന്താണ് ശിവാലിക്കിൽ വരുന്നതെന്നുള്ളത് എഴുതാം. സോ ഇതാണ് നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ. എല്ലാം മനസ്സിലായെന്ന് മിസ് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം എന്താണ് ഇനി നമുക്ക് എന്താണ്, ഇത് നമുക്ക് 9 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാം മനസ്സിലായെന്ന് മിസ് വിചാരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ചോദിക്കുക. സോ ഈ സോഷ്യലിൻ്റെ എക്സാം നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട. മിസ് പറഞ്ഞു പോയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒന്നും കൂടി കാണാം, എന്നിട്ട് നന്നായിട്ട് എക്സാം എഴുതാം. ഇനി നിങ്ങൾക്ക് എന്താണ്, ക്രിസ്മസ് വെക്കേഷൻ ആണ്. സോ അതൊക്കെ സേഫായിട്ട് അടിച്ച് പൊളിക്കുക. നമ്മുടെ എക്സാം പോയിന്റിൻ്റെ വക ഹാപ്പി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.